അപ്പോൾ നമുക്കൊരു കയ്യടിയോടെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, വെൽക്കം ടു വിറ്റോക്സ് ലൈവ്. എല്ലാവരും വിറ്റോക്സ് ലൈവ് കാണാൻ വന്നവരാണോ? എത്ര പേർക്ക് ഈ പരിപാടി എന്താണെന്നൊരു ഐഡിയ ഉണ്ട്? ഒന്ന് കൈവക്കിയേ. ഇല്ല, പിന്നെ ചോദ്യം ഉണ്ടാവില്ല. ഈ പരിപാടി വിറ്റോക്സ് എന്താണെന്ന് അറിയാവുന്നത് കൈവക്കി. വിറ്റോക്സ് കാണുന്നവർ ഇല്ല. ഇനി എല്ലാരും ഒന്ന് കൈവക്കി. ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മള് എഡിറ്റില് ശരിയാക്കും. ഇനി മുതൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് വിറ്റ്ക്രൂ എന്ന് പറഞ്ഞ ചാനലുണ്ട്. ഇത് വിറ്റ്, നമ്മുടെ സ്റ്റാൻഡപ്പ് കളക്റ്റീവിന്റെ പേരാണ് വിറ്റ്. നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, അതാണ് വിറ്റ് ടോക്സ്. ഞങ്ങൾ 4 പേര്, ഒരാളുണ്ട്. ഇനി മിസ്സിംഗ് ഉള്ള ആളാരാ? മഹാദേവ. അതിനെല്ലാവരും പേടിക്കുന്നത് മഹാദേവന്നില്ല. ഞങ്ങൾ 4 പേരും കൂടെ, അല്ലെങ്കിൽ ഗസ്റ്റും ഞങ്ങളും ഞങ്ങളുടെ മാനേജറും ഞങ്ങളുടെ ഫ്രണ്ട് റിൻഷാദും ഒക്കെ ഇരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, വിറ്റ് ടോക്സ്. അതിന്റെ 50th എപ്പിസോഡാണ് ഇനിയും അടുത്ത 2 ടെലികാസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു സംരംഭം തുടങ്ങി, അത് 50ാമത്തെ ആഴ്ചയായിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത, സന്തോഷ ദിനമാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല 50 എത്തും. നമ്മളൊരു വീക്ക് ഒരു എപ്പിസോഡ് എന്ന ലെവലിലാണ് ഇടുന്നത്. 2022 നവംബറിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇടയ്ക്ക് 1-2 കുറേ ആഴ്ചകൾ മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് 50 ആഴ്ചയിൽ അധികം കൂടുതലായി. നമ്മൾ 1 വർഷത്തിൽ കൂടുതലായി വിറ്റ് ടോക്സ് പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൽ 50th എപ്പിസോഡിന്റെ ഷൂട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. സോ ഈ ഷൂട്ടിൽ വിറ്റ് ടോക്സ് കാണുന്നവരെയും കാണാത്തവരെയൊക്കെ പാർട്ടാക്കാൻ വേണ്ടി നമ്മൾ അനൗൺസ് ചെയ്തായിരുന്നു. ഇത് ഞങ്ങൾ മാത്രമല്ല സംസാരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കും. അത് തുടങ്ങിയിരിക്കുന്നു. മനസ്സിലായി, ഒരാൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ സംസാരം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് അതിലൊന്നും ഉണ്ടാവാറില്ല. സ്റ്റാൻഡപ്പ് ഷോ പ്രതീക്ഷിച്ച് വന്ന ആരൊക്കെ ഉണ്ട്? ഓ, നിങ്ങൾ വഞ്ചിതരായിരിക്കുന്നു. നമ്മൾ ലൈവ് ടോക്ക് ഷോ ഇട്ടിരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെയാണ്. നിങ്ങളെ തന്നെയാണ് നമ്മുടെ ഓഡിയൻസ്, അതായത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്തവര്. ഒരു പോസ്റ്റർ കണ്ടാൽ നമ്മുടെ പോസ്റ്ററിൽ എന്തായിരുന്നു റിൻഷാദ് ഇട്ടിരുന്നത്? വിറ്റോക്സ് ലൈവ്. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ടോക്ക് ഷോ ആണ്, അതിന്റെ ഷൂട്ടാണ്. ശ്രദ്ധിക്കാതെന്ന് തോന്നുന്നു. പ്രതിഷേധമാണ് സ്റ്റാൻഡപ്പ് കാണാൻ പറ്റാത്തത്. ബ്രോ വിറ്റോക്സ് കാണാൻ വന്നാണോ അതോ സ്റ്റാൻഡപ്പ് ഷോ കാണാൻ വന്നാണോ? സ്റ്റാൻഡപ്പ് ആണ്. അപ്പോൾ ശരിക്കും പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോർമലി ഒരു എപ്പിസോഡ് എന്തെങ്കിലും സബ്ജക്റ്റ് വെച്ചിട്ട് ആ സബ്ജക്റ്റ് അല്ലാത്ത ബാക്കി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പോഡ്കാസ്റ്റ്. കാണുന്നവർക്കറിയാം, ഞങ്ങളൊരു സബ്ജക്റ്റിൽ തുടങ്ങും, പിന്നെ ഞങ്ങൾ അതൊക്കെ വിട്ടിട്ട് നമുക്ക് തോന്നി സംസാരിക്കും. സോ അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട, സംസാരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഈ കാണുന്നവർ, ഇപ്പം നിങ്ങളും വിറ്റോക്സ് കാണുന്നവരാണ്, ഇത് പുറത്ത് വരുമ്പോൾ വിചാരിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഇനി ബിഹേവ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും 50 എപ്പിസോഡായിട്ട് വിറ്റോക്സ് കാണുന്നവരാണ്. ആ ഫോമിലേക്ക് വന്നേ, കമോൺ. അപ്പോൾ ആ ഫോർമാറ്റിയാണ് സംസാരിക്കും. ഞങ്ങളെ നന്നായിട്ട് അറിയാം, പോഡ്കാസ്റ്റ് സ്ഥിരം കാണുന്നവരാണ്. നമുക്കൊരു ടോപ്പിക്ക് പിടിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് അവസാനം തീരുമാനിച്ചു. ഒരു ടോപ്പിക്കായിട്ട് പിടിക്കേണ്ട, വിറ്റോക്സ് ജനറലി റിവൈൻഡ്, 2024 റിവൈൻഡ്, പിന്നെ കുറച്ച് നമുക്ക് പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ സെക്ഷൻ, അത്രയും ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേരെന്താണ്? വിറ്റോക്സ് കാണുന്നു പറഞ്ഞ് സ്റ്റാൻഡപ്പ് കാണാമെന്ന ആളുടെ പേരെന്താണ്? ഗായത്രി. വിറ്റോക്സ് എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുന്ന ആളാണോ? അതന്നെ വിറ്റോക്സ്. അതായത് പേരാണ് വിറ്റോക്സ്. അത് മോശമാവുന്ന ഒരു അഭിപ്രായം ഉണ്ടോ? പോഡ്കാസ്റ്റ് ഞങ്ങളുടെ ബാക്കി റീൽസ് കാണാറില്ലെന്നാണോ ജനറലി റീൽസ് കാണാറില്ലെന്നാണോ? അത് കാണാറില്ല. അതെ, നമുക്ക് ഈ സൗണ്ട് റെക്കോർഡ് ആവുന്നുണ്ടോ? മൈക്ക്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ മൈക്ക് കൂടെ ഒന്ന് ഹാൻഡ് ഓവർ. അപ്പൊ മൈക്കെന്ന് വെച്ചാൽ അങ്ങനെ വലിയ മൈക്കൊന്നും, മറ്റേ സൗണ്ട് റെക്കോർഡർ, അങ്ങനെ മൈക്കെന്ന് പറഞ്ഞ് കൈ പിടിച്ചിരുന്നോളൂ. അതെ. അപ്പൊ ഞങ്ങളുടെ റീൽസ് മോശമായതുകൊണ്ടാണ് റീൽസ് കാണാത്തത്. അല്ല, ഞാൻ പോഡ്കാസ്റ്റ് ആണ് കൂടുതലും കാണാറ്. അത് ഞാനിപ്പോൾ എല്ലാ വീക്കിലും അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കും. ആ സമയമാകുമ്പോൾ അത് കാണും. പിന്നെ അതിങ്ങനെ ഞാൻ ബാക്കി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇതുവരെ കൂട്ടുകാരിയാണ് എന്താ ഇത് സജസ്റ്റ് ചെയ്യാഞ്ഞത്? പോഡ്കാസ്റ്റ് ഭയങ്കര കിടിലമാണ്. ഞങ്ങൾ ഈ 5000 തന്നെ നിൽക്കണ കണ്ടിട്ട് ഒരു വിഷമമില്ലേ? വിഷമം സഹിക്കാണ്ടാണ് ഞാനത് ഒറ്റയ്ക്ക് വരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പോലെ ഒരാളെ കൊണ്ടുവരില്ല. അല്ല, ഞാനിപ്പോ അടുത്താണ് കൊച്ചിയിലേക്ക് മാറിയത്. അപ്പൊ ഞങ്ങളിപ്പോ അടുത്ത റൂംമേറ്റ്സ് ആയത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. വിറ്റോക്സ് കൈമാറാനുള്ള നമ്മളിങ്ങനെ ആ ഒരു കോമൺ ബോണ്ടൊക്കെ ഉണ്ടായാലും നമ്മള് ജോയിന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ. അതുപോലെ ഡാർക്ക് വെബില് പറഞ്ഞൊരു സാധനം പോഡ്കാസ്റ്റ് കാണാറുണ്ടോ?
കാണാറുണ്ടോ? അങ്ങനെയുള്ള എൻ്റെ ഒരു സംഭവം ഉണ്ട്. വേറെ ഏതെങ്കിലും പോഡ്കാസ്റ്റ് കാണാറുണ്ടോ? ഇല്ല, ഉണ്ടെങ്കിൽ ഇത് കാണില്ല. വേറെ ഇതാണ്. പക്ഷെ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഞാൻ എല്ലാ വീക്കും തേഴ്സ്ഡേ ആണെങ്കിലും കാണുന്നത്. ഓക്കെ. എന്താണ് വിറ്റോക്സിന്റെ ഹൈലൈറ്റ്? എന്തുകൊണ്ടാണ് ഗായത്രി ഇത് കാണുന്നത്? നീ ഉള്ളവരെ പറഞ്ഞു വിടും. ഗായത്രിയുടെ ഡ്രൈവിംഗ് ഫാക്ടർ എന്താണ് വിറ്റോക്സ് പോഡ്കാസ്റ്റ്? ഇന്നൊരു തിരിച്ചറിവ് കിട്ടും. അല്ല, സത്യത്തിൽ ഇത് എന്തിനാണ് ഞാൻ കാണുന്നത്? ഞാൻ കാണുന്നത് അല്ല, എനിക്ക് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ്. ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ടോപ്പിക്ക് പിന്നെ ശ്രദ്ധിക്കാറില്ല, എന്തോ പറയുന്നു. അല്ല, ചില ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അവർ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഷെയർ ചെയ്യാറില്ല, കാണുന്നില്ല. കാരണം ഗായത്രിയുടെ അപ്പുറത്തേക്ക് വ്യൂസ് പോകുന്നില്ല. ഏറ്റവും ഇഷ്ടമുള്ള എപ്പിസോഡ് അത്രയും കാണാറുണ്ടോ? അല്ല, സോണിക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് ഗസ്റ്റ് വരുന്നതൊക്കെ എനിക്ക് കുറെ ഇഷ്ടമാണ്. മറ്റേ ഹക്കീം ഷാ വന്നത്, ശിവ വന്നത്, അതൊക്കെ എനിക്ക് നല്ല. വിറ്റോക്സ് കാണാത്ത നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാരണം ഈ ഞങ്ങളുടെ ചാനലിൽ 6000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഞങ്ങളുടെ വ്യൂസ് 6000-ന് മുകളിൽ പോകാറില്ല. നിങ്ങൾ കാണാത്ത നിങ്ങളുടെ തെറ്റല്ല, ഞങ്ങളുടെ തെറ്റാണ്. അത് കുഴപ്പമായിട്ട് നിങ്ങൾ കാണണ്ട കേട്ടോ. ഫോമോ അടിക്കണ്ട അല്ലേ? പക്ഷെ 6000 വ്യൂസ് വരാറുണ്ട്. അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ലോയൽ സബ്സ്ക്രൈബേഴ്സ് ആണ്. 6000 പേരും കാണുന്നുണ്ട്. പിന്നെ ഒരാൾ പോലും കാണണില്ല. 6000 തന്നെ കൃത്യം നിൽക്കുക. ഇടയ്ക്ക് ജമ്പ് ചെയ്തൊക്കെ പോകാറുണ്ട് ചില എപ്പിസോഡ്. നമ്മൾ 10K 50K ചില എപ്പിസോഡ്. അതാ ഗസ്റ്റ് വന്നിരിക്കുന്ന അവരുടെ 6000 പിന്നെ ഹൊറർ സ്റ്റോറീസിന്റെ അത് നല്ല, അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. പെട്ടെന്ന് ഓർമ്മ 2-3 എപ്പിസോഡൊക്കെ പറയാനുണ്ട്. അതിന് വലിയ കാര്യം. ഗായത്രിയുടെ ഫ്രണ്ടിന് ഗായത്രിയുടെ ബാക്ക് ഡീറ്റെയിൽസ്. ഗായത്രി എന്ത് ചെയ്യുന്നു? ഞാനിവിടെ കാദിയൻ വില്ലേജ് ഇൻഡസ്ട്രീസിൽ ഗവൺമെന്റ് എംപ്ലോയി ആണോ? ഓക്കെ. അപ്പൊ ഇതിന് മുന്നേ എവിടെ ആയിരുന്നു? ട്രാൻസ്ഫർ ആയി വന്നാണോ? ഫസ്റ്റ് ജോലിയാണ്. പോസ്റ്റിംഗ് ആയത്? എന്താ ചെയ്യുന്ന കാദിയിൽ? അവിടെ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. ഇവിടെ ഖാദി ഭവൻ ഉണ്ട് ഇവിടെ MG റോഡിൽ. അത് ഒരു ഔട്ട്ലെറ്റ് പോലെയാണോ ഖാദി, അതോ അതിന്റെ ബാക്ക് ഓഫീസ് ആണോ? നമ്മുടെ നാട്ടിലൊക്കെ ഔട്ട്ലെറ്റും ഉണ്ട്, ഓഫീസ്, ബാക്ക് ഓഫീസ്. ഞാൻ ഓഫീസിൽ നാട് എവിടെ? അപ്പൊ മലപ്പുറം. ഗായത്രി അപ്പൊ ഇനി വിറ്റോക്സ് കാണട്ടെ. ഗായത്രി കണ്ടോണ്ടിരിക്കുന്നതാണ്. ഇനിയും കൂടുതൽ ആൾക്കാരെ കാണിക്കട്ടെ. ഗായത്രി ഫ്രണ്ട് സംസാരിക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ? ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കും. എന്താ പേരെന്താ? പ്രതിഭയാണ്. പ്രതിഭാസമാണ്. സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഗായത്രിയായിട്ട് എത്ര നാളത്തെ പരിചയമുണ്ട്? ഞങ്ങളെ പരിചയം ചോദിക്കാൻ പറ്റത്തില്ല. ആ സർക്കിളെ പിടിക്കാൻ ഒരു 1.5 മാസമായിട്ടുള്ളൂ. 1.5 മാസത്തെ. ഹൗ ഡു യു റേറ്റ് ഗായത്രി? ഞാൻ ചോദിക്കാവുന്നതായിരുന്നു. ഗായത്രി എങ്ങനെയുണ്ട്? ഗായത്രി എങ്ങനെയുണ്ട്? നമ്മള് വിറ്റോക്സിനെ പറ്റി ചോദിക്കാൻ പറ്റാത്തോണ്ടാ ചോദിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഗായത്രി എങ്ങനെയുണ്ട്? നല്ലതാണോ? മീൻ ചട്ടിയൊക്കെ മേടിച്ചിട്ട് നല്ലതാ. നമ്മള് വിറ്റോക്സിനെ പറ്റി ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഗായത്രിയെ പറ്റിയും ചോദിക്കും. ഏത് എപ്പിസോഡാണ് ഗായത്രി? എന്താണ് ഗായത്രിയുടെ ക്വാളിറ്റി? ഈ അടുത്തൊരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്ത് നമ്മളറിയാലോ നമ്മൾ എന്തെല്ലാം സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. അത് അവിടെ ഇങ്ങനെ ഒരു പിടുത്തമുണ്ട് ഗായത്രി. നീ തിരിച്ച് വീട്ടിലേക്ക്. ഈ അടുത്ത് നടന്ന ഇൻസിഡന്റ്, നിങ്ങൾ കമ്പനിയായ ഇൻസിഡന്റ് പറഞ്ഞു ഗായത്രി. കുഴപ്പമൊന്നുമില്ല, 6000 പേരെ കാണത്തുള്ളൂ. ഇത് പേടിക്കണ്ട. ഇല്ല, അത്രയും പ്രശ്നമുള്ളതല്ലാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണം. സർക്കിളിൽ കാണും. ഫ്രണ്ട്സ് അറിയണ്ടാത്ത കാര്യമാണ്. അപ്പൊ കുഴപ്പമില്ല. പിന്നെന്താ പ്രശ്നം? പറഞ്ഞു മറ്റേ നമുക്ക് നോക്കാം. ഗീതു മോഹൻദാസ് പഠിച്ചേ പറയൂ. റിമാക്കല്ലെങ്കിൽ സൈഡ് ചെയ്തിട്ട് മമ്മൂട്ടിയുടെ പേര് പറ. എന്താ വെച്ചാ ഒരു എക്സാമിന്റെ കാര്യം പറയായിരുന്നു. പറയരുത്. എന്തൊരു ഫ്രണ്ടാണ് നിങ്ങൾ. എക്സാമിന്റെ കാര്യം. ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ എന്തോ മറന്നുപോയി. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആണ് മനസ്സിലായത് അഡ്മിറ്റ് കാർഡ് എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി ഏതോ റാൻഡമായിട്ട് അറിയാത്ത ഒരാളെ വിളിച്ചിട്ട് വാ എൻ്റെ കൂടെ വന്നൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അത് ബാങ്കിന്റെ ഒരു മെയിൻസ് എക്സാം ആയിരുന്നു. അപ്പോൾ 8:30 അതിന്റെ എൻട്രി ചെയ്യേണ്ട സമയം. പക്ഷെ ഞാൻ 8 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. സാധാരണ ലേറ്റ് ആയിട്ട് എത്താറ്. ഞാൻ 8 മണിക്ക് എത്തി. 8:08 ഞാൻ അവിടെ കയറാൻ നേരത്താണ്
അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നേരത്തെ പോയി, നേരത്തെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, എന്തിനാ ശീലമില്ലല്ലോ, എന്തിനാ നേരത്തെ പോകണം, ഇല്ല ഇത്തവണ നേരത്തെ പോകാമെന്ന് പറഞ്ഞാൽ പോയി. പോകാൻ നേരത്തെ അവർ ചെക്ക് ചെയ്യുമല്ലോ, ചെക്ക് ചെയ്യുന്ന സമയത്ത് ആളെന്നോട് ചോദിച്ചു എവിടെ മറ്റേത് എവിടെ ഏത്. അപ്പോൾ പ്രിലിംസിൻ്റെ അഡ്മിറ്റ് കാർഡും കൂടി എടുക്കണമായിരുന്നു. ഞാൻ മെയിൻസിൻ്റെ അഡ്മിറ്റ് കാർഡ് മാത്രം. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പോൾ പിന്നെ ഞാൻ പാനിക്കായി, ഇനി എന്താ ചെയ്യേണ്ടത്, കാരണം അമ്മ എന്നോട് തലേന്ന് കൂടി ചോദിച്ചതാണ് എടുത്തോ എന്ന്. അമ്മയ്ക്ക് എന്താ പറയുക, ഞാൻ എത്ര കാലം എഴുതുന്ന എക്സാം, ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ വന്ന് അപ്പോൾ എന്നോട് ആൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരൊരു ലെറ്റർ എഴുതരും, അഡ്മിറ്റ് കാർഡ് എടുക്കാൻ മറന്നതാണ്. മെയിൻസിന്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് ബാങ്കിന്റെ പ്രിലിംസ് ക്വാളിഫൈ ആയതാണ് പറഞ്ഞ ഒരു സംഭവം അത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി പാനിക് ആണല്ലോ, അപ്പോൾ എനിക്ക് പോയിട്ട് സ്കൂട്ടി ഓടിക്കാൻ, ഞാൻ വണ്ടിയിലാണ് പോയത്, സ്കൂട്ടി ഓടിക്കാൻ അപ്പോൾ ഇനി പാനിക് ആയാലോ എന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കാവുന്ന ഒരാളെ, അപ്പോൾ ഞാൻ എല്ലാവരും എക്സാം എഴുതാൻ വന്നത്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ എക്സാം എഴുതാൻ വന്നതാണ്. ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, ടൈം ആയല്ലോ. കറക്റ്റ്. അങ്ങനെ ഞാൻ കുറച്ച് ചെറുപ്പമായിട്ടുള്ള, അത് വണ്ടി ഓടിക്കാൻ അറിയുന്ന എനിക്ക് ഉറപ്പുള്ള ഒരാളെ, അതെ എന്റെ കൂടെ സ്ഥലം വരെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ, അതിനാ അല്ല ഞാൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് തീരെ സമയമില്ല, 2 കിലോമീറ്റർ അപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ, പോയിട്ട് സാധനം എടുത്തിട്ട് വരാനുള്ള സമയമുള്ളൂ. അപ്പം ഞാൻ ആളോട് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം, എനിക്കൊന്ന് വണ്ടി ഓടിക്കാമെന്ന് കൂട്ടണമാണ്, ഞാൻ പാനിക്കാവും ചിലപ്പോൾ അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്തൊക്കെ ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഇയാളെന്നെ ആറ്റിങ്ങിലായിരുന്നു എനിക്ക് എക്സാം. അപ്പം ഞാൻ അല്ല ആറ്റിങ്ങില് അതെങ്ങനെ അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് അവിടെ അയാൾ തന്നെ പറഞ്ഞു തന്നു. പിന്നെ മാപ്പിൽ നോക്കി അങ്ങനെ ഞാൻ ആളായിട്ട് പോവാണ്. അപ്പം ഞാൻ വേഗം ഒന്ന് പേപ്പർ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഒന്ന് വണ്ടി എടുക്കുമോ. അപ്പോൾ അയാൾ അയ്യോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പം ഞാൻ എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വണ്ടി ഓടിക്കാൻ അറിയാത്തതിൽ ഏറ്റവും നിരാശ തോന്നിയ ദിവസം. അപ്പം ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല, എൻ്റെ ബാഗിൽ ഇരുന്നാൽ മതി, ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് 2 റീസൺ ഉണ്ടായിരുന്നു. ഒന്ന് പാനിക് ആയതും, രണ്ടാമത് എനിക്ക് ഇതൊക്കെ കിട്ടി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സമയമില്ല, അത് മേലെ ആയിടണം, വണ്ടി കൊടുത്തു വിടണം, എന്നിട്ട് ഞാൻ നേരെ കയറണം. എന്താ എൻ്റെ മനസ്സിലൊന്നും എനിക്ക് അറിയില്ല. അതാണ് എനിക്ക് എക്സാം എഴുതിയാൽ മതി, അല്ലെങ്കിൽ അമ്മ എന്നെ ചീത്ത പറയുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം 2 വർഷം എക്സാം എഴുതാൻ തുടങ്ങുന്നു, ഈ ഗവൺമെന്റ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ടാണ് എൻ്റെ ഈ കളി. എന്നിട്ട് ഞാൻ ആളായിട്ട് പോകുന്നു. അപ്പോൾ മഴയൊക്കെ ഉണ്ട്, അപ്പം ഞാൻ കുറച്ച് സ്പീഡിലാണ് വണ്ടി ഓടിക്കുക. പിന്നെ ഞാൻ പാനിക്കാണല്ലോ, ഞാൻ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു. ടേണിംഗ് ഒക്കെ വരുമ്പോൾ അയാൾ അത് കുറച്ച് മെല്ലെ പോവാന്നൊക്കെ പറയണം. അല്ല അത് ലേറ്റായി എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പം ഞാൻ മാപ്പ് അയാളോട് പറഞ്ഞു മാപ്പ് ഒന്ന് നോക്കൂ. എനിക്ക് മാപ്പ് അറിഞ്ഞുകൂടാ, ഞാൻ ഏത് നേരത്തെ ഞാൻ ഇയാളെ വിളിച്ചത് മാപ്പ് അറിയില്ല. എന്നിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ മാപ്പ് കിടക്കുന്നുണ്ട്, അത് ഞാൻ ഓക്കെ ഇതൊന്ന് നോക്കിയിട്ട് പറയുമോ. ഡയറക്ഷനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തി. അവിടെ കുറച്ച് ടൈമൊക്കെ എടുത്ത് കോൺസ്റ്റബിൾ ആദ്യം ഞങ്ങൾക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കിലൊക്കെ എനിക്ക് സാധനം തരുന്നുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് സാധനം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഹയർ ഒഫീഷ്യൽ പറഞ്ഞു ഇതൊക്കെ തെറ്റാണ്, ഒന്നും കൂടി എഴുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ സമയം കളഞ്ഞ്. പിന്നെ ഞാനവിടെ കീ മറന്നു. അപ്പം ഞാൻ ഇവനോട് എൻ്റെ കീ എവിടെ, എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് തന്നെ കോൺസ്റ്റബിൾ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തും, അത് കീ എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഞാൻ അപ്പോൾ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു അതെ നമ്പർ ഒന്ന് തരുമോ. ഞാൻ അല്ല ഞാനിവിടെ ഉണ്ടാവും, ഞാൻ എക്സാം എഴുതി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ വരാം, ഞാൻ വന്ന് വണ്ടി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അല്ല നമ്പറും തന്നിരുന്നെങ്കിൽ അല്ല കുഴപ്പമില്ല, ഞാൻ എക്സാം എഴുതുന്നു. അവനൊന്നും അറിയില്ല, നമ്പർ എനിക്ക് വേറെ ഞാൻ ചിന്തിക്കില്ല. ഞാൻ അതവിടുത്തെ എക്സാം സെന്റർ ഇവിടെ കുറച്ച് മേലേക്ക് കയറി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം, അവിടെ വണ്ടി വെച്ചാൽ മതി. കാരണം എക്സാം അവൻ്റെ അടുത്ത്, കാരണം എനിക്ക് അമ്മ ചീത്ത അറിയുന്നതാണല്ലോ മെയിൻ പ്രശ്നം. ആ എന്നിട്ട് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു വന്നപ്പോൾ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. അല്ല ഇതിലെ ഏറ്റവും രസമുള്ള കഥ ഇത്, അവൻ ചെന്ന് കൂട്ടുകാരോട് പറയുമ്പോ വിശ്വസിക്കില്ല. ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കായിരുന്നു, ഒരു പെൺകുട്ടി വന്നിട്ട് ഒന്ന് കൂടാ
എന്നിട്ട് ഞാൻ അപ്പം എനിക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അയ്യോ അയാൾ ഭയങ്കര സഹായമാണല്ലോ ചെയ്തത്, വെറുതെ കൂടെ വന്ന്. അപ്പം ഞാൻ താങ്ക് യു ഒക്കെ പറഞ്ഞ് അങ്ങനെ കൂടെ വന്ന് നമ്പർ തരുമോ? അപ്പം ഞാൻ പോവാൻ നേരത്ത് അല്ല ആദ്യം ആ ഒരു ഇതിലെ നമ്പർ ഇല്ല, കൊടുത്തില്ല. അയാൾ അവിടെ നിൽക്കേണ്ട കാരണം ഉണ്ടായിരുന്നു. അയാൾ കുട്ടിക്ക് വേണ്ടി മാത്രം അവിടെ 2 മണിക്കൂർ നിന്നതാണ്. അതായത് അല്ല അയാൾ വേറെ ആളുടെ കൂടെ വന്നതാണല്ലോ എക്സാം സെന്ററിൽ വന്ന സെന്ററിൽ വന്നത്. അപ്പം എന്തായാലും ആൾക്ക് വെയിറ്റ് ചെയ്യണമല്ലോ അവിടെ. ഞാൻ അവിടെ വന്ന ഒരാളെ വിളിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്നോട് പോകാൻ നേരത്തെ ഞാൻ ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്തെ ആൾ ഈ നമ്പറിലാണോ വാട്സപ്പിന്? അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് വീട് എവിടെയാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ശരി ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ആവശ്യം കഴിഞ്ഞില്ല. ഞാൻ പിന്നെ പോന്നു. ബ്ലോക്ക് ചെയ്ത് ഇല്ല ബ്ലോക്ക് ചെയ്യാൻ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഇതിലാണ്. ഞാൻ പിന്നെ ട്രിവാൻഡ്രത്ത് എത്തി. വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങുമ്പോഴുണ്ട് വിളിക്കുന്നു. ഹലോ ആരാന്ന് മനസ്സിലായോ? എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ? ഇനി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് കാലത്ത് സ്കൂട്ടർമ പഴം പോലെ വെറുതെ ഇരുന്നില്ലേ? എന്നിട്ട് പിന്നെ കുറെ ഉപദേശം, ശ്രദ്ധിച്ച് പോകണം കേട്ടോ ബൈക്കിലൊക്കെ പോകുമ്പോൾ, വഴിക്കലൊക്കെ ഉണ്ട്, അപ്പോൾ ടേണിങ്ങിലൊക്കെ എന്ത് സ്പീഡിലാണ് പോകണേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പേടിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ. പിന്നെ അപ്പം ഞാൻ വെറുതെ പിന്നെ കുറേ വീട് എവിടെയാണ് അങ്ങനെ കുറേ ഇതിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ചോദിച്ചാൽ ആരായിരുന്നു, ആരുടെ കൂടെ വന്നത് എക്സാം എഴുതാൻ? ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ വന്നതാണ്. അങ്ങനെ അവസാനം ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തു. കല്യാണം കഴിച്ചതാ. പിന്നെ പിറ്റേ ദിവസം ഒന്നും ഇങ്ങനെ വിളിക്കുന്നത്. അപ്പം ഞാൻ എന്താ വയ്ക്കുമ്പോൾ അങ്ങനെ അല്ല ഞാൻ വെറുതെ സംസാരിക്കാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊരു കുടുംബകലയ്ക്ക് എപ്പിസോഡായിരിക്കും. അയാളുണ്ടെങ്കിൽ പിന്നെ ബ്ലോക്ക് ചെയ്തു. അതിപ്പോ സംസാരിക്കുന്നുണ്ടോ? ഇല്ല ബ്ലോക്ക് ചെയ്തു. ഉപദേശം നിന്നല്ലേ? ബ്ലോക്ക് ചെയ്തു. അല്ല പിന്നെ ഞാനൊരു ഏതോ ഒരു പോയിന്റ് ഞാൻ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. പ്രതിഭ ഇപ്പൊ എന്തുകൊണ്ടാ പോഡ്കാസ്റ്റ് കാണാത്ത മനസ്സിലായി. ഗായത്രി ഒരു പോഡ്കാസ്റ്റ് മിനി പോഡ്കാസ്റ്റ് അവിടെ റൺ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണാനല്ലേ? പ്രതിഭ എന്താണ് ഈ പറഞ്ഞ കഥയിൽ പ്രതിഭയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പോയിന്റ് ഏതാണ്? വെറുതെ ഒരാളെ വിളിച്ചോണ്ട് പോയിട്ട് പിന്നെ അയാളെ കൊണ്ട് ഉപകാരം ഉണ്ടായില്ല. കൊണ്ടുപോയ സമയത്ത് ഉപകാരം ഉണ്ടായില്ല, പിന്നെ അത് കഴിഞ്ഞ് ഉപകാരം ഉണ്ടായില്ല, ഉപദ്രവമാവുകയും ചെയ്തു. ഇതിനാണ് വേലിമ കിടക്കണ പാമ്പിനടുത്ത്. ഗായത്രി കറക്റ്റായിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആയത്? പരിചയപ്പെടുന്നത് ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് ഫ്ലാറ്റിൽ വെച്ചിട്ട് തന്നെയാ കാണുന്നത്. നിങ്ങൾ റൂംമേറ്റ്സ് ആണ്? ഈ കൈ ഗായത്രി പിടിച്ചതാണോ? എന്താ ഈ കൈ അല്ല, ഇത് വരുന്നതിന് മുമ്പുണ്ട്. നിങ്ങൾ തമ്മിൽ കാണുന്നതിന് തന്നെ. പ്രതിഭ എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാൻ ഡിസൈനറാ, ഫാഷൻ ഡിസൈനറാ. ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വന്ന? അല്ലല്ല, ഇത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്ന. വന്ന ഉടനെ നിങ്ങൾ തമ്മിൽ എങ്ങനെ ഒരു റൂംമേറ്റ്സിനെ തപ്പുന്നു എന്നുള്ള? അങ്ങനെയല്ല, ഒരു ഫ്ലാറ്റിൽ ഒരു വേക്കൻസി വന്നു. ലൈക്ക് 5 ഷെയറിംഗ് ആണ്, 3 BHK ആണ്. അതിൽ പുള്ളിക്കാരി സിംഗിൾ റൂമാണ്, ബാക്കി 2 2 ഷെയറിംഗ് പോലെ. അപ്പോൾ എൻ്റെ റൂംമേറ്റ് കുറച്ച് ശോകമാണ്. അതെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി പുറത്തിരിക്കാറ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് വെച്ച് കണ്ട് സംസാരിച്ച് അങ്ങനെ. ആ 3 റൂമിന്റെ ഹാളിൽ വെച്ച് കണ്ടുവരും. ആ ശോകം എന്താണെന്ന് അറിയണോ? ആ ശോകത്തിലൊരു ശോകം. ശോകം എന്താ? നമുക്ക് അടുത്ത വരാം, തിരിച്ചു വരാം. വേണ്ടെന്ന് പറഞ്ഞു പ്രതിഭ കട്ടിയത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പുറത്തിരുന്ന് ചില്ല് ചെയ്യും. അകത്ത് പ്രതിഭ ഈ പറഞ്ഞ ഗായത്രി ഇതുപോലെ എന്തെങ്കിലും തപ്പി ആരെങ്കിലും തപ്പി പുറത്തേക്ക് വരുമ്പോൾ പ്രതിഭയെ കാണുന്നു, നിങ്ങൾ തമ്മിൽ കണക്ട് ആയി. ഓക്കെ, ഇനി വിറ്റോക്സ് ബ്രോയുടെ പേരെന്താവും? എൻ്റെ പേര് ആരും. നിങ്ങൾ ഭാര്യയെ പറഞ്ഞു കേട്ടോ? ഭാര്യ ഫീഡ് ചെയ്യാൻ പോയതാണ്. ഓക്കെ, കുഞ്ഞ് കരഞ്ഞ് നിങ്ങൾ സാധാരണ പരിപാടി തിരിച്ച് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി. നോർമലി അവൻ ഈ ടൈമിൽ ഉറങ്ങണേണ്. സ്റ്റാൻഡപ്പ് നല്ലൊരു സാധനം കൂടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങി. 5 മാസത്തിൽ കുട്ടിയെ സ്റ്റാൻഡപ്പ് കാണിക്കാൻ കാണിച്ച ആർജവം മലയാളി പ്രേക്ഷകർക്ക് അതാണ് വേണ്ടത്. നമ്മളെ സ്റ്റാൻഡപ്പ് സിനിമയ്ക്ക് പോകുമ്പോൾ കൊണ്ടുവരണോ? കൊണ്ടുവരണം. ഓക്കെ, ഇരിക്കുമോ അതോ ഭക്ഷണം വയ്ക്കുമോ? ഇല്ല, ഇരിക്കും. ഏതാ ലാസ്റ്റ് എൻ്റെ പടം? ലാസ്റ്റ് ഇപ്പോ പുഷ്പാറ്റൊക്കെ ഇരുന്നെങ്കിൽ എന്തായാലും എന്നിട്ട് പോഡ്കാസ്റ്റിന് ഇരിക്കാൻ പറ്റണല്ല. അത് ശരിയല്ലേ? അല്ല, വിശന്നുണ്ടല്ലോ, കുഴപ്പമില്ല. അവരുടെ പേരെന്താ? എൻ്റെ പേര് ആരിഫ്. ആരിഫ്. അതെ, ആരിഫ് എന്ത് ചെയ്യുന്നു? ഞാൻ സിപ്ല എന്ന് പറഞ്ഞ ഫാർമ കമ്പനിയിൽ ബിസിനസ് മാനേജറാണ്. കൊച്ചിൻ ബേസ്. നേറ്റീവ് കൊച്ചിൻ തന്നെ. ആക്ച്വലി 3 ഡിസ്ട്രിക്റ്റ് കവർ ചെയ്യുന്നുണ്ട്: കൊച്ചി, തൃശ്ശൂർ, കാലിക്കറ്റ്.
കവർ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡപ്പ് വിറ്റോക്സ് കാണുന്നില്ലെന്നല്ലേ അവൻ? ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണാറില്ല. പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പോഡ്കാസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ധൈര്യമായിട്ട് കുഴപ്പമില്ല. ഞാൻ കണ്ടിരുന്ന പോഡ്കാസ്റ്റ് ഇന്റർലെക്സ് പോഡ്കാസ്റ്റ് ആണ്. പക്ഷേ അല്ല, പെട്ടെന്ന് ഒരു ദിവസം അവർ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ പോഡ്കാസ്റ്റ് പിന്നെ അതിനുശേഷം അവർ കാർത്തിക് സൂര്യ റീസ്റ്റാർട്ട് ചെയ്തല്ലോ. ഇല്ല, പിന്നെ ആ ഒരു ഇതങ്ങ് പോയി. ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന പേരിൽ അവർ കാർത്തിക് സൂര്യ ഇല്ലാതെ ബാക്കിയുള്ള ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 2-3 പോഡ്കാസ്റ്റേഴ്സേ ഉള്ളൂ. ഇതില് ഇന്റർലെക്സിൽ ജോൺ ജോയും പിന്നെ ദീപക്കും മഹാദേവൻ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ട്. നമ്മൾ ആ പോഡ്കാസ്റ്റ് ഇരുന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റാൻഡപ്പ് ഷോ നമ്മൾ ലൈവ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി ശരിക്കും വന്നത്. അതെ, നമുക്ക് പോഡ്കാസ്റ്റ് ഞാൻ ചോദിക്കാൻ പറ്റത്തില്ല. 2024 എങ്ങനെയുണ്ടായിരുന്നു? 2024 ഏറ്റവും കോർ മെമ്മറി നമ്മൾ കണ്ടു. 2024 ടോപ്പ് മൊമെന്റ് അതായിരിക്കും. അതായിരുന്നു, അത് തന്നെയായിരുന്നു ടോപ്പ് മൊമെന്റ്. വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. വൈഫിനെ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പ് അവളുടെ ഫാദറിന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് സെയിം ഹോസ്പിറ്റലിൽ ഒന്നും പുള്ളിനെ കാണാൻ വന്നപ്പോഴാണ് അവൾക്ക് അവിടെ നിന്ന് പെയിൻ വന്നത്. സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് അവളെ ഡോക്ടറെ കാണിക്കുന്നത്. അവിടെ തന്നെ പുള്ളി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഫൈനായിരുന്നു. പുള്ളിക്ക് പെട്ടെന്ന് ടെൻഷനായത്, അതായത് എൻ്റെ ബ്രദറിനിലോ, ഇവളുടെ ബ്രദർ, പുള്ളിക്കാരൻ്റെ വൈഫും ഇവളും 2 ദിവസത്തെ ഡേറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ മൂവാറ്റുപുഴ, ഒരാൾ കൊച്ചി. ഹാപ്പനിങ് വീക്ക് ആയിരുന്നല്ലോ, നല്ല രസമായിരുന്നു. ഫാമിലിയിൽ ഫുൾ ഹൈ. അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഇവള് പെട്ടെന്ന് ഇങ്ങനെ. അപ്പം പുള്ളിക്കാരനെല്ലാം കൂടി ആയിട്ട് ടെൻസ്ഡായി. അങ്ങനെ പുള്ളിക്ക് ഒരു പുള്ളിക്കാരൻ എത്ര പേര് എന്റെ കുടുംബം വളരുന്നു. ആള് വർക്കിംഗ് ആണോ? ഇല്ല, ഹൗസ് വൈഫാണ്. എത്ര നാളായി നിങ്ങൾ കല്യാണം കഴിച്ചിട്ട്? ഞങ്ങളിപ്പോ നെക്സ്റ്റ് മെയ് വരുമ്പോൾ 2 വർഷം. 2 വർഷമായി. ഓക്കെ. അപ്പോൾ 23 ഹാപ്പനിങ്ങും ഇയർ, 24 ഹാപ്പനിങ് ഇയർ. 24-ലാണ് ഞാൻ പ്രൊമോഷൻ എടുത്തത്. ഞാൻ ഏർലിയർ തെറാപ്പി മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്, മെഡിക്കൽ റെപ്പായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. പ്രൊമോഷനും കിട്ടി. കുടുംബ ബന്ധത്തെ വിശകലനം ചെയ്യുക. അയാള് ഇവിടെ വന്നിട്ടാണ് അറിയുന്നത് ഇതെന്താ പരിപാടി എന്ന്. ആകെ ജോൺജോടെ സ്റ്റാൻഡപ്പ് മറ്റേ ഇതിൽ കണ്ടിട്ടുണ്ടല്ലേ എന്നോട്. അതൊരു തെറ്റൊന്നല്ലേ? എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കൊന്നും പറയാനറിയില്ല, ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ച് ചോദിക്കണം, സംഭവം എന്താ എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കണായിരുന്നു. നമ്മൾ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ ഒരു 2 എപ്പിസോഡ് പഠിച്ചിട്ട് വരാൻ പറയാം ആൾക്കാരോട്. ഇല്ല, പോഡ്കാസ്റ്റ് കാണാതെ വരാൻ ആൾക്കാർ വരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരോട് ജനറൽ ചോദ്യം ഉണ്ടായിരുന്നു. 2024 പ്രൊമോഷൻ ആണ് ഹൈലൈറ്റ്. കുട്ടി 2 പ്രൊമോഷൻ, ഒന്ന് മാനേജറായിട്ട്, ഒന്ന് ഫാദറായിട്ട്. അതെ, 2024 സൂപ്പർ ആയിരുന്നു. സൂപ്പറായിരുന്നു, കുഴപ്പമില്ല. ഇനി എന്തേലും വേണോ? ഇനി എന്തേലും വേണ്ട, പ്രൊമോഷൻ എടുത്തതിന് കുറച്ച് സമാധാനമുള്ളത് പോയി കിട്ടി. ഇനി ചോദിക്കുന്ന പേഴ്സണൽ ചോദ്യങ്ങൾ പേടിക്കണ്ട. എങ്ങനെയാണ് 2024 എങ്ങനെ ഉണ്ടായിരുന്നു? മദർ കുട്ടി അതല്ലേ ഹൈലൈറ്റ്, ഏറ്റവും വലിയ മൊമെന്റ്. നമ്മൾ ശരിക്കും വിറ്റോക്സിന്റെ കാര്യം ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ചോദിക്കാം. സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായി? കുറേ ആയി. ഭയങ്കര പാടുള്ള പരിപാടി. വീട്ടിൽ 4 കുഞ്ഞുങ്ങളുണ്ട്. എനിക്കല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾ കൂട്ടി? ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ്. എന്നെ കൂട്ടി 5 കൂട്ടുണ്ട്. ചേട്ടനും അനിയനും കല്യാണം കഴിച്ചു. 2 പേർക്ക് 2 കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ വീതമുണ്ട്. ഞങ്ങൾ 3 ആൺമക്കളായിരുന്നു. അപ്പൊ ആൺമക്കളായിരുന്നു. ഞങ്ങൾ 3 ആൺമക്കൾ. വീട്ടിൽ ആൺമക്കൾ മാത്രമേ ഉള്ളായിരുന്നു. അതിൽ പെൺകുട്ടി എന്നുള്ള സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. അതിപ്പം ഇന്നത്തെ കാലത്ത് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ അല്ല, അങ്ങനെ ശരിയാണല്ലോ. മുൻപായിരുന്നു. ഞാൻ ഐഡന്റിഫൈ മൈസെൽഫ് ചെയർ. അപ്പൊ 4 കുഞ്ഞുങ്ങൾ. ഭയങ്കര പാടാ. കുഞ്ഞുങ്ങൾ നോക്കുന്നത് ഭയങ്കര പാടാ. 1.5 മണിക്കൂർ ഇവരോട് കളിച്ചിട്ടൊക്കെ ഇരിക്കാൻ രസമാണ്. ഈ പേരൻസ് 10-15 വർഷം കഴിഞ്ഞ് കണക്ക് പറയുന്നതിന് കാര്യമുണ്ട് സത്യത്തിൽ. അത്ര എഫേർട്ട് അവർ ഇടുന്നുണ്ട്. പിന്നില് 2 ആളില്ലേ? പിന്നിൽ പോയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് കുഴപ്പമില്ല. അമ്മ പോഡ്കാസ്റ്റ് കാണാത്ത ആള്, പക്ഷെ ബമ്പർച്ചിരി സ്റ്റാൻഡപ്പ് എല്ലാവരുടെയും കണ്ടിട്ടുണ്ട്. എന്റെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വെറും 12-13 അല്ല, ബമ്പർച്ചിരിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സീസണിലുണ്ടായിരുന്നു. അത് ഇത്ര നാടികയായിട്ട് എന്തോ ശ്രദ്ധിക്കപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഞങ്ങള് 100% ഉറപ്പിക്കും 50,000 ആണെന്നുള്ളത്. അന്ന് കണ്ടിട്ടുണ്ടാവൂല ചിലപ്പോ. അപ്പൊ എന്റെ ഇമേജ് നല്ലതായിരുന്നു. സ്ഥിരം കാണും ഞങ്ങള് രണ്ടുപേരും. എന്റെ ഹസ്ബൻഡ് ഇരുന്ന് കാണും. കുട്ടികളങ്ങനെ ആ സമയത്ത് ജോണിന്റെ ആണോ മഹാദ് തന്നെയാണ് കൂടുതൽ ഇഷ്ടം? ഒരേപോലെ ഇഷ്ടം, രണ്ടും ഒരേപോലെ കട്ടക്കെട്ടൊക്കെ നിൽക്കും. അവ ഇല്ലാത്ത സ്ഥിതിക്ക് എന്റെ നല്ലതാന്ന് പറഞ്ഞു. എനിക്കൊരു സന്തോഷം വരും. അങ്ങനെയല്ല, സത്യം അതാണ്. രണ്ടുപേരും ഒരുപോലെയാണ് ഇഷ്ടപ്പെടുന്നത്.
പറയണില്ല, സ്റ്റാൻഡേർഡ് പ്രതീക്ഷ തന്നെ വന്നത്. പിന്നെ ഇപ്പൊ വേറെ 2-3 സ്ത്രീകളും ഉണ്ടല്ലോ ഇപ്പൊ, മറ്റേ മായാവി. ആണല്ലേ ചേട്ടാ അവൻ മിസ് ചെയ്തു. അങ്ങനെ അവര് പ്രതീക്ഷിച്ചു. ഇത് കാണാൻ കുറച്ചായല്ലോ വന്നിട്ട്, വരുന്നുണ്ട് ഇപ്പൊ ഒരു എപ്പിസോഡ് വരും. ഇല്ല മതിലും വരണില്ല ഇപ്പൊ. അവിടെ വരുന്നുണ്ട് പറഞ്ഞു. മാധവൻ തിരിച്ച് വീണ്ടും ബൊമ്മറത്തിന് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് ബ്രേക്ക് ലൈവ് ഷോസിന്റെ ബ്രേക്കിലായിരുന്നു. ഇന്നലെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അപ്പൊ ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാം എന്നുള്ള പ്രതീക്ഷ നിരാശപ്പെടുത്തൂലല്ലോ അല്ലേ? ഇല്ല ഇതൊക്കെ തന്നെ. ബാക്കി ഇനിയിപ്പോ ഞാൻ ടിക്ടോക്സ് കണ്ടോളാം. എന്റെ മോള് പറഞ്ഞോളും. 50 എപ്പിസോഡ് ഉണ്ട്. പേരെന്താ മോളുടെ പേരെന്താ? ആര്യ. ആര്യ. കുഞ്ഞാണോ വിചാരിക്കേണ്ട, കുഞ്ഞല്ല. എത്ര വയസ്സുണ്ടായിരിക്കും? അത് വേണ്ട. അല്ല എന്താ ചെയ്യുന്നു? ഇല്ല, അല്ല എന്താ ചെയ്യുന്ന പറഞ്ഞു? ഞാൻ ഡിസൈനറാ. ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. NID എന്നാണ്. 23 27. പൊട്ടന്നാണോ പറഞ്ഞേ? കോട്ടയെന്നില്ല, ഞാൻ പൊട്ടൻ. നിലവിൽ എനിക്കുണ്ടായിരുന്നൊരു ജോലി എന്നെ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടു? ആ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ പറഞ്ഞിട്ട് അവര്? ഇത് ശരിക്കും ഞാൻ പറഞ്ഞു, എനിക്ക് അടുത്ത പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞു. അപ്പൊ നമ്മളെന്തായാലും പറഞ്ഞു വിട്ടില്ലേ, ഇനി എന്ത് പ്രശ്നമാവാനാ? ഇനി നമ്മള് പ്രശ്നമാക്കണം. പക്ഷെ എൻ്റെ അമ്മയും ഇവിടെ ഉണ്ട്. അമ്മയ്ക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടെന്ന്? അങ്ങനെയല്ല, എന്താ സംഭവം എന്ന് വെച്ചാൽ കോർപ്പറേറ്റിൻ്റെതായ കുറച്ച് പാലിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. എനിക്കറിയില്ല. ഞങ്ങളാരും കോർപ്പറേറ്റ്, ഞാൻ ഇപ്പൊ കമ്പനിയുടെ പേര് പറയണല്ലോ, ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തത് ഡൽഹിയിലായിരുന്നു. ആ കമ്പനിയിലെ ഒരു ഓഫീസ് പാർട്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ ഉള്ളത് കൊണ്ട് പാർട്ടി അപ്പോ ആ ഇതിൽ നമ്മൾ യൂഷ്വലി നമ്മൾ കോർപ്പറേറ്റിനെ പറ്റി പിച്ച് ചെയ്യുമല്ലോ. പക്ഷെ ആ പുള്ളി അത് കൃത്യമായിട്ട് അല്ല ഫൗണ്ടറിന്റെ അടുത്ത്. ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൽഹിയിലെ റിച്ചസ്റ്റ് വുമൺ ആണ് പുള്ളിക്കാരി. അപ്പൊ എന്നെ അടുത്ത സ്പോട്ട് നേരെ വന്ന് ഇറങ്ങിക്കോളം പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു. സ്ത്രീ ഫൗണ്ടർ ആയാലേ ചെയ്യുള്ളൂ. പുരുഷനാണ് പോയി കംപ്ലൈന്റ് ചെയ്തത്. ജെൻഡർ വ്യത്യാസം ഇല്ലാതെ എല്ലാരും ചേർന്ന് ചതിച്ചത്. പറഞ്ഞ ഫൗണ്ടറിനെ പറ്റി ഞാൻ പറഞ്ഞത് ഈ കമ്പനി ഭയങ്കര ടോക്സിക് ആണ്. അടുത്ത ദിവസം വന്നിട്ട് എന്നെ പറഞ്ഞു വിടുമ്പോ ശരിക്കും അത് ടോക്സിക് അല്ലേ? നേരെ മറിച്ച് എന്നെ വിളിച്ചിട്ട് ചോദിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്, എന്നിട്ട് റെക്ടിഫൈ ചെയ്യണം. ആ പറഞ്ഞ കൊച്ചിനെ പിടിച്ച് പുറത്താക്കുമ്പോ ടോക്സിക് തന്നെ അല്ലേ? നമുക്ക് നമ്മുടെ ഫോളോവർ അല്ല, പക്ഷെ എന്തായാലും ആ കമ്പനിയിൽ നിന്ന് മാറാൻ നിങ്ങൾ നോക്കുമായിരുന്നില്ല. നന്നായില്ലേ? ഇപ്പൊ ഒരു കഥയായില്ലേ? റിയൽ മണി ഗെയിമിംഗ് ആപ്പ് കമ്പനിയാണ്. മറ്റേ ബെറ്റിംഗ്, കാശ് കളിക്കൂ കാശ് നേടുക. അമ്മ നമ്മുടെ കുടുംബത്തിന് എന്തുകൊണ്ടാ ജോലി നല്ലതല്ലേ? മോള് ചെയ്താ കറക്റ്റ്. ചൂതാട്ടം അത് നന്നായുള്ളൂ. ഡൽഹിയിലായിരുന്നു. ആ പൊള്യൂട്ടഡ് എൻവയോൺമെന്റിൽ നിന്ന് മാറി നന്നായി. വീക്കെൻഡ് വരാറുണ്ടോ? അല്ലല്ല, ഇത് ജോലി. ഞാൻ എന്റെ പെണ്ണാടലിന് വന്നേ. എന്നിട്ട് വന്നിട്ട് കണ്ടു. കഴിഞ്ഞോ? പെണ്ണാളിൽ കഴിഞ്ഞോ? നമ്മളൊരു 4 വർഷമായിട്ടുള്ള ഡേറ്റിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് ചായ കൊടുത്ത് ഉറപ്പിക്കാം. ബേസിക്കലി ജോലി കിട്ടിയോണ്ടാണ് ഞങ്ങളിത് വീട്ടിൽ പറഞ്ഞ് നമുക്കിത് സെറ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് നിന്നത്. അങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞ് അടുത്ത ആഴ്ച അവര് കാണാൻ വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് എന്നെ ഓഫീസിൽ ഇത് പറഞ്ഞു വിട്ടത്. പക്ഷെ ഓൾറെഡി ഇതിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് മാറ്റണ്ട. ആ ഒരാഴ്ചയിൽ നമുക്ക് വേറെ ജോലി കണ്ടുപിടിക്കാന്നുള്ള ഇതില് നല്ല മോനാ. നല്ല മോനാ മഹാദേവൻ. നല്ല മോനാ. നിങ്ങള് കോളേജിൽ മീറ്റ് ചെയ്തത്? ഞങ്ങള് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ. ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ വേറെ കാമുകിമാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പോഡ്കാസ്റ്റിൽ ഇരിക്കാൻ വരുന്നുണ്ടോ? വളരെ ഓപ്പണായി സംസാരിക്കുന്നു. ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 4 വർഷം. എത്ര റിലേഷനായി മൊത്തം ഇതുവരെ? സക്സസ്ഫുൾ അല്ല, അതായത് റിലേഷൻഷിപ്പ് അല്ലേ? സിറ്റുവേഷൻഷിപ്പ് ഒന്നും അപ്പൊ 3 റിലേഷൻഷിപ്പ്. മറ്റേ ഷിപ്പ് എത്ര ഉണ്ടായിരുന്നു? ഞാൻ 90s കിട്ടാ, നമുക്കൊന്നും ഇല്ല സത്യം പറഞ്ഞാ. 27
ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഡേറ്റിംഗ് ആപ്പ് യൂസ് പറയുന്നത് അല്ല, നമുക്ക് ആ പരിപാടിയൊന്നും ഡേറ്റിംഗ് ആപ്പ് യൂസ് ഡേറ്റിംഗ് ആപ്പ് ചെയ്തിട്ടില്ല. ഒന്നുമില്ല. ഇല്ല. നേരെ ആളെ പാർട്ടി പോയി 2 എണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് പച്ചക്ക് ആള് ഓപ്പൺ ആണെങ്കിൽ നന്നായി പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു പാർട്ടി അന്തരീക്ഷം കാരണം ഗുണമുണ്ടായല്ലോ അല്ലേ? അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയെന്നാണോ? അതെ, ഒരു നല്ല കാശ് തന്നിരുന്നു. കുഴപ്പമില്ല, നമ്മുടെ ഫ്രീഡം ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലേ? അല്ല, കാശാ. നമ്മളിങ്ങനെ കാശിന് വേണ്ടി വിറ്റ് കൊടുക്കേണ്ട സെല്ല് ഔട്ട് ആവരുത്. കാശ് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് വലിയ വിലയില്ലാണ്ട് വരുള്ളൂ. സൂപ്പർ പാക്കേജ് ആയിരുന്നു. സൂപ്പർ പാക്കേജ് ഒക്കെ വരും, അതടുത്ത് ജോലിയിൽ വരും. ഇന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആശ്വസിപ്പിക്കണം, വരും, നന്നാവും, എല്ലാം ഇതും കടന്നു പോയി, ശരിയാവും. അടുത്ത വർഷം 2025 ഉപദേശിക്കുന്നത് നമ്മള് 2024 വലിയ മൊമെന്റ് എന്നാ ശരിക്കും ആ പാർട്ടി ഗോൺ റോങ് ആയിരുന്നു ഏറ്റവും വലിയ മൊമെന്റ്. ജോലി പോയത് പോയതാണ്. അതായത് എന്നെ അവിടെ പെർമനന്റ് ആക്കാനായിട്ട്, ഞാൻ അവിടെ കയറിയത് 6 മാസത്തെ ഇന്റേൺഷിപ്പിലാണ്. പെർമനന്റ് ആക്കാനായിട്ട് അവർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. മാനേജറൊക്കെ പറഞ്ഞു എല്ലാം ഓക്കെയാണ്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. അടുത്ത ദിവസം എന്നെ വന്നിട്ട് വിളിക്കുകയാണ് റൂമിലേക്ക്. അപ്പോൾ നമ്മൾ ശരിക്കും കാവടിത്തുള്ളി പോണത് ഇപ്പം എനിക്ക് ഓഫർ കയ്യിൽ തരുന്ന വിചാരിച്ചിട്ടാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പുള്ളിക്കാരി ചോദിച്ച് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസ്, എന്താ ഇവിടെ ഇഷ്ടമായോ? അപ്പോൾ ഞാനാണെങ്കിലും ഇങ്ങനെ തള്ളാച്ചാലും എല്ലാം ഇഷ്ടമായി നല്ല നല്ലതെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് പറയണം. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് ഇവിടെ വേറെ ആൾക്കാർ ഇങ്ങനെയാണല്ലോ പറഞ്ഞു. അപ്പോൾ അതായിരുന്നു എനിക്ക് കാര്യം വിചാരിച്ചത് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ വീട്ടിലാണെങ്കിൽ എല്ലാം അവതരിപ്പിച്ചു, ചായ കൊടുക്കാൻ നിൽക്കണു, ഡ്രസ്സ് എടുക്കണു, ജോലിയില്ല, കുട്ടി എന്ത് ചെയ്യുന്നു, മമ്മിയെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയണം. അത് വല്ലാത്ത. ഇല്ല, പിന്നെ ഫ്രണ്ടിനെ കണ്ട ചാരനെ കണ്ടായിരുന്നോ? അയാളെയും പറഞ്ഞു വിട്ടു. അല്ല, ശരിക്കും അവനെ പറഞ്ഞു വിടണ്ട, നിന്നെ വിശ്വസിക്കാൻ കൊണ്ടില്ല. അല്ല, കാര്യം ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ എല്ലാം പറഞ്ഞു. ഇയാളും ആ പാർട്ടിയിൽ എന്നോട് എന്തൊക്കെ അപ്പൊ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നീട് ഞാൻ അറിഞ്ഞു. എന്നെ പറഞ്ഞു വിട്ടു, 2ാമത്തെ ദിവസം അയാളെ പറഞ്ഞു വിട്ടു. സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അവിടെ ഇറങ്ങുമ്പോ, തീർക്കാൻ കേളില്ല. നമുക്ക് ബാക്കിൽ ഇപ്പൊ 2-3 തന്നില്ല. അവരേത് പരിപാടിക്ക് വന്നാന്ന് ചോദിച്ചാലോ? ഏറ്റവും ബാക്കിലേക്ക് പോട്ടെ, നിങ്ങൾക്ക് പുറകിൽ ആള് വന്നിട്ടുണ്ട്. എന്താ പേര്? പേര് അശ്വിൻ. അശ്വിൻ. ഗ്രീഷ്മ. ഗൗതമി. ഓക്കെ, നിങ്ങൾ എന്ത് പരിപാടിക്ക് വന്നാ? ഞങ്ങള് കേറിയപ്പോഴാണ് മനസ്സിലായത്, എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ബുക്ക് മൈ ഷോ നോക്കി വെറുതെ ബുക്ക് ചെയ്താണല്ലോ? അതെ അതെ. എല്ലാ വീക്കെൻഡ് എന്തെങ്കിലും ഹാപ്പനിങ് പ്രോഗ്രാംസ് നോക്കി ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്? അല്ല, അങ്ങനെ വീക്കെൻഡ് ഹാപ്പനിങ് ആയിട്ടൊന്നും ഇല്ല. അപ്പൊ ഈ വീക്കെൻഡ് എന്തെങ്കിലും ഹാപ്പനിങ് ആക്കാൻ നടത്ത്. എപ്പോഴാണ് ബുക്ക് ചെയ്ത്? ടിക്കറ്റ് എപ്പോഴാണ് ബുക്ക് ചെയ്തത്? ഒരു അരമണിക്കൂർ മുന്നേ. ഇത് ഇരിക്കുന്ന ആളാരാന്ന് അറിയാമോ? എവിടെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്, മറ്റേ ചില കലണ്ടറിലൊക്കെ. ശരിക്കും ബുക്ക് ചെയ്യുമ്പോൾ ആ പോസ്റ്ററിനകത്ത് എന്തായിരുന്നു എഴുതിയിരുന്നത്? വിറ്റോക്സ് എന്നുള്ളൊരു ഹെഡിങ് മാത്രം കണ്ട്. ഞാൻ ഇതിട്ട് പറഞ്ഞ പ്രശ്നം, നമ്മൾ എല്ലാ സമയത്ത് വന്നാൽ ഒരുമിച്ച് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന പകുതി പേർക്ക് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ മാത്രമല്ല. ശരിക്കും ഇത് വിറ്റ് ഞങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി കളക്റ്റീവാണ്. അത് തുടങ്ങിയിട്ടാണോ? സ്റ്റാൻഡപ്പ് ഷോ ചെയ്യാറുണ്ട്. കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡപ്പ് ഷോ ചെയ്യാറുണ്ട്. ആ കൂടുതൽ നമ്മൾ കണ്ടന്റ് വേറെ ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആണ്. അപ്പൊ ആ പോഡ്കാസ്റ്റ് ലൈവില് ഷൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ 50ാമത്തെ എപ്പിസോഡാ വിറ്റോക്സിന്റെ. മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇരുന്ന് മറ്റേ വാവ് ആ ഒരു ഇതാണോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണാറില്ലേ കുറെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങളുടെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ കാണാൻ സാധ്യതയില്ല. അങ്ങനെ വഴി ആളും ബിയർ ബൈസെപ്സിന്റെ ഒക്കെ അതാണല്ലേ ബിയർ ബൈസെപ്സ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യണം ഇവിടെ കാക്കനാട്. ഓക്കെ, നമുക്ക് ശരിക്കും ജനറലി എന്നാ വിറ്റ് ടോക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുമായിരുന്നു. ചോദിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാണ് അശ്വിൻ 2024? 2024 അത്ര നല്ലൊരു വർഷമായി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്? ഭയങ്കര ഡിപ്ലോമാറ്റിക് ആൻസർ ആണ്. 2024 ഫീലിംഗ്സ് ഹർട്ട് ആവാതിരിക്കാൻ വേണ്ടി അത്ര നല്ല വർഷമാണെന്ന് പറയാൻ പറ്റൂല. അത്ര നല്ല വർഷമാണെന്ന് പറയാൻ പറ്റില്ല. അത് ജ്യോതിഷി പറയൂ. അല്ല, അങ്ങനെയല്ല. നമ്മൾ ഓരോ വർഷം തുടങ്ങുമ്പോൾ കുറെ ആഗ്രഹങ്ങളൊക്കെ വെക്കുമല്ലോ. എന്തൊക്കെയാണ് 2024 ആഗ്രഹങ്ങൾ എന്തായിരുന്നു? അല്ല, 2024 എനിക്ക് നല്ലൊരു ആഗ്രഹം വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ശരി. അപ്പൊ വർഷത്തിന്റെ പ്രശ്നമല്ല, താങ്കളുടെ പ്രശ്നമാണ്. 25 എനിക്ക് നന്നാക്കണമെന്നുണ്ട്. അതുകൊണ്ട് ആഗ്രഹം. ഇതെവിടെ കേടായി കിടക്കുന്നത്?
ഒരാഗ്രഹം സെറ്റ് ചെയ്തോ 25ലേക്ക്? ഇല്ല സെറ്റ് ആക്കണം. സമയമില്ല, ഇന്ന് ഡിസംബർ 14 ടെൻഷനൊക്കെ 17 ദിവസം സെറ്റ് ചെയ്യും. സെറ്റ് ആക്കും. അത് വെച്ചിട്ട് അത് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്യും. അങ്ങനെയാണ് ആഗ്രഹം. 24 ഈ ആഗ്രഹം ഒന്നും വെക്കാഞ്ഞിട്ട് നടന്ന ഏറ്റവും നല്ല മൊമെന്റ് ഏതാ? നല്ല മൊമെന്റ്, ഏറ്റവും നല്ല മൊമെന്റ് ആഗ്രഹം വെക്കാഞ്ഞ നന്നായി ഇല്ല, അത് നടക്കത്തില്ലായിരുന്നു. അല്ല, എനിക്ക് മഞ്ഞ് കാണാൻ പറ്റി. മഞ്ഞ് കാണാൻ പറ്റി. എവിടെ പോയി കണ്ടത്? ഞാൻ മണാലി പോയി. മണാലി പോയി. റെഗുലർ ട്രാവലർ ആണോ? അല്ലല്ല, ഇതുപോലെ തന്നെ ഇതാരെടുത്തോണ്ടോ? വല്ലപ്പോഴും ചോദിക്കുന്ന പോലെ. പെട്ടെന്ന് ഒരു അരമണിക്കൂർ ഇപ്പൊ ട്രെയിൻ ഉണ്ട്, പോയാൽ കയറാം, എന്നാ വേഗം പോയേക്കാം, ഇത് എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ അതെ, ഞങ്ങള് വീട്ടിലിരുന്ന് ഒരു ലോട്ട് എടുക്കുമായിരുന്നു എവിടെ പോകണമെന്നുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കാം, പോകണ്ട. ആദ്യം എടുത്തപ്പോ മണാലി പോവാം. അപ്പൊ അങ്ങനെ പോയതാണ്. അങ്ങനെ പോയതാണ്. അതിപ്പോ എത്ര ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തു? അതൊരു മാസം, 1 month എടുത്തു. പോയിരുന്ന മണാലിയിൽ റീസെന്റ് ആയിട്ട് മാർച്ചിലാണ് പോയത്, റീസെന്റ് അല്ല. 24 സ്റ്റാർട്ടിങ്. സോ മാർച്ചാണ് ഏറ്റവും ഹൈ മൊമെന്റ്. അതെ. അതിനുശേഷം ഒന്നും നല്ലത് സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് അങ്ങനെ നല്ലതായിട്ടൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി ചിലപ്പം സംഭവിച്ചാൽ. അങ്ങനെയാണോ? 9:30 കഴിഞ്ഞിട്ട് കങ്കുവ കാണാൻ പോയിട്ട് മിസ്സായില്ല. ഞാൻ അങ്ങനെ സിനിമ കാണാറില്ല, വളരെ കുറവാണ് സിനിമ കാണാറില്ല. സംഭവിച്ചു. ഇന്ത്യൻ 2 കണ്ടില്ല, കങ്കുവ കണ്ടില്ല. അല്ല, ശരിക്കും എന്താണ് പ്രതീക്ഷ? അതായത് വിറ്റോക്സ് എന്ന് പറയുമ്പോ എന്താ ചെയ്യണെന്ന് ചോദിച്ചോ? അല്ല, വിറ്റോക്സ് എന്ന് പറയുമ്പോ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ കാണൂലേ? ബുക്ക് ചെയ്തപ്പോ അറിയില്ല, വീട്ടിൽ ബോറടിയാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് എന്തായാലും അതില് മോശമാവില്ലല്ലോ. ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ബോറടിയുടെ കാക്കനാടിന്ന് വരെയാണോ? കാക്കനാടി വരെയാണ്. ഇത് എൻ്റെ കൂടെ കോളേജ് തൊട്ടുള്ളതാണ്. ഇത് അവളുടെ അനിയത്തിയാണ്. കോളേജ് ഫ്രണ്ട്. നിങ്ങള് കാക്കനാട് തന്നെയാണ് താമസം? അതെ, ഞങ്ങള്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ബോറടിക്കുന്ന ഒരാളാണോ? ഒരു ബോറനാണോ? കുറച്ചൊക്കെ. ഏത് ഫുൾ ടൈം ഉറക്കമാണ് മെയിൻ ഹോബി. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം. ഗ്രീഷ്മയുടെ 2024 ബെസ്റ്റ് മൊമെന്റ് ഏതാണ്? 24 ബെസ്റ്റ് മൊമെന്റ് സെയിം മൊമെന്റ് പറയാനാണ്. മണാലിയിൽ മാത്രമേ പോയുള്ളൂ അതോ കസോള്? കസോള് പോയി, ടോഷ് പോയി, എല്ലാം. അപ്പൊ ആ ഒരു വൈബായിരുന്നു ട്രിപ്പ്. ആ ട്രിപ്പായിരുന്നു. പക്ഷെ അതായിരുന്നു ഒരു മേജർ അജണ്ട. അതായിരുന്നു. അല്ലല്ല, അങ്ങനല്ല. അങ്ങനെയല്ല, അതൊരു പാർട്ടായിരുന്നു. നമുക്ക് മനസ്സിലാത്ത എന്താ ദീപക് അത്? ഏതായി അത്? 2024 മാർച്ച് കഴിഞ്ഞപ്പോ നല്ല മൊമെന്റുകളൊന്നും സംഭവിച്ചില്ല. മാർച്ച് കഴിഞ്ഞ് ഓക്കെ പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഒരു സോളോ ട്രിപ്പ് പോയി പോണ്ടിച്ചേരി. ആളുടെ ടിക്കറ്റ് എടുത്ത് പുള്ളി എഴുന്നേറ്റില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. ഒറ്റയ്ക്ക് പോയി. പോണ്ടിച്ചേരിയാ പോയത്. പക്ഷെ ഒരു പ്രശ്നം പറ്റിയത് സൈക്ലോണിന്റെ സമയത്താ പോയത്. അതുകൊണ്ട് സൈക്ലോൺ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ പോയത്. ചുമ്മാ എന്തായാലും ടിക്കറ്റ് എടുത്ത് ഇങ്ങനൊരു സുനാമി ഞാൻ അപ്പം സൈക്ലോണിന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നാണ് അടുത്തൊരു മൊമെന്റ്. സൈക്ലോണിൽ അവിടെ പെട്ടുപോയോ അതോ അങ്ങനെ പെട്ടുപോയില്ല, പക്ഷെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റും. പക്ഷെ ബീച്ച് കാണാൻ പറ്റിയില്ല. ബീച്ച് കാണാൻ പറ്റില്ല. ബീച്ച് ഇങ്ങോട്ട് വന്നല്ലേ? ബീച്ച് 4 കിലോമീറ്റർ അകത്ത് കയറിയോ? ബീച്ച് ഇങ്ങോട്ട് വന്നു. സോളോ ട്രിപ്പ് അവിടെ പോയി. സൈക്ലോൺ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പോയി. പോയി. ഓക്കെ, അപ്പൊ ജീവനോട് തിരിച്ചു വന്നു. അതൊരു വലിയൊരു മൊമെന്റ്. ഇല്ലെങ്കിൽ അശ്വിൻ ഇനിയും ബോറടിച്ച് വല്ലാതായി പോയി. ഇപ്പൊ തന്നെ ബോറാണ്. അപ്പൊ അതിന്റെ കൂടെ ആളൂടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ. സോ അശ്വിന് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇത് അശ്വിന്റെ ഗേൾഫ്രണ്ട് ആണോ? അല്ല, അത് കറക്റ്റ് അല്ലേ? ഗേൾഫ്രണ്ട് വേറെ ഗേൾഫ്രണ്ട് ഇല്ല. ആരെങ്കിലും ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ പറയാം. അത് ഇപ്പൊ മനസ്സിലായ എന്താ ഇല്ലാത്തത്? ഇവിടെ ജോൺചോ ഇത്രയും പോപ്പുലർ ആയ മനുഷ്യൻ 33 വയസ്സിൽ ഗേൾഫ്രണ്ടിനെ കിട്ടിയത്. ഞാനിങ്ങനെ വിചാരിച്ചു, ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നു. പിന്നെ മനസ്സിലായി നമ്മള് തന്നെ ചെല്ലപ്പോ. അല്ല, അടുത്ത വർഷത്തെ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. 25 ആഗ്രഹം സെറ്റ് ചെയ്യും. ഗേൾഫ്രണ്ട് സെറ്റ് ചെയ്യണം. 25. ബോയ്ഫ്രണ്ട് ഉണ്ടോ? ബോയ്ഫ്രണ്ട് ഇല്ല. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഇവനോട് പറയല്ലേ? നിങ്ങൾക്ക് 2 പേർക്ക് ആഗ്രഹമുള്ള സ്ഥിതിക്ക്
നിങ്ങൾ ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്പ് രണ്ടുപേരും എടുക്കണം എന്നാ പറയാൻ വന്നു ഉടനെ അവിടെ രണ്ടുപേരുടെ. ഓക്കെ, സിസ്റ്റർ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കാം. എത്രാം ക്ലാസ്സിലാണ്? കോളേജിലാണ്. എന്താ പേരെന്താ? ഗൗതമി. ഗൗതമി. ഗൗതമിയുടെ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? തീരുമാനങ്ങൾ ഒരു കോളേജിൽ ചേർന്ന്. കോളേജിന്റെ പേര് നമുക്ക് പറഞ്ഞാലോ? കുഴപ്പമില്ല, കോളേജല്ലേ. അല്ല, നമ്മള് ഫീസ് കൊടുക്കണല്ലേ. അത് പറഞ്ഞു ശരിയാ, പറഞ്ഞു കൊടുത്തില്ല. ഞങ്ങൾ ചിലപ്പോ റീൽ ഏത് കോളേജിൽ ചേർന്നായിരുന്നോ പ്രശ്നം? കോളേജിലാണോ പ്രശ്നം, ആ കോഴ്സാണോ പ്രശ്നം? രണ്ടും പ്രശ്നമാണ്. ഏതാ കോഴ്സ്? ഏതാ? എഞ്ചിനീയറിംഗ്. അത് എല്ലാരും നല്ലൊരു കോഴ്സാണല്ലോ, ഇനി എന്തും ചെയ്യാൻ ചെയ്തിട്ട്. ഒരു അഗ്നി പരീക്ഷയാണ്, അത് എല്ലാരും പാസ്സായാലേ പറ്റുള്ളൂ അല്ലേ? ഇവിടുത്തെ ബിടെക് പീപ്പിൾ ഒന്ന് കൈവക്കിക്കേ. എല്ലാരും നീ എന്താ കൈവക്കാത്തത്? ഞാൻ വിശ്വസിക്കണില്ല. ഫസ്റ്റ് ഇയറാ? ഇനി ശരിയായിക്കോളൂ. പിന്നെ നമുക്ക് ഒരുപാട് പ്ലാൻസും പരിപാടികളൊക്കെ അങ്ങനെ നമുക്ക് തോന്നും അയ്യോ കഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് വേറെ പ്ലാൻസ് ആവും. ഏതായിരുന്നു ട്രേഡ്? ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് വലിയ കാര്യമൊന്നുമില്ലല്ലേ? നല്ല മൊമെന്റ് എന്താണ്? ഒന്നുമില്ല. ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ വന്നല്ലോ. ഇവിടെ വന്നല്ലോ. നിങ്ങൾ ഇതുപോലെ ബ്രില്യന്റ് ആയി ഉത്തരം പറഞ്ഞാൽ നമ്മളതൊക്കെ വേറെ ഇവിടെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? നല്ലത് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ബോയ് ഫ്രണ്ട് ഉണ്ട്. ചേച്ചി കണ്ടുപിടിക്കും. ചേച്ചിക്ക് നേരത്തെ അറിയാവുന്നല്ലേ? അറിയാം. ഞങ്ങൾ ഓപ്പൺ ഫാമിലിയാണ് അത്യാവശ്യം. അത് സ്കൂൾ മേറ്റ് അതോ കോളേജിൽ പോയിട്ട് ഇപ്പൊ അല്ല റിപ്പീറ്റ് ചെയ്യാൻ പോയത്. റിപ്പീറ്റ് ചെയ്യാൻ പോയത് എഞ്ചിനീയറിംഗ്. ഷെഫേറിനാണ് പോയത്. എവിടെയായിരുന്നു? അവിടെ കോഴിക്കോട്. കോഴിക്കോട് അല്ല റേസ് അവിടെ. ഏതാ റേസ്? ഭയങ്കര പോപ്പുലർ ആണോ? ഇപ്പൊ പോപ്പുലർ ആയിരിക്കില്ല, പുതിയൊരു. ശരിക്കും അപ്പൊ പോകുമ്പോ ഗോൾ എന്തായിരുന്നു? IIT, NIT? ഒരു ഗോൾ ഇല്ലാണ്ട് പോയതാ. ഇത് നടന്നു. നഷ്ടായില്ല. അതെ. ചേച്ചി റിലേഷൻഷിപ്പ് അഡ്വൈസ് തരാറുണ്ടോ? ചേച്ചി ആയതുകൊണ്ട്. നിങ്ങൾ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? 7 years ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും അഡ്വൈസ് കൊടുക്കണമല്ലോ. ചേച്ചിക്ക് ഇതുവരെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ആ സമയത്ത് ഉറക്കമായിരുന്നു. ഓക്കെ, അപ്പം നല്ല മൊമെന്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഉള്ളത് നല്ല മൊമെന്റ് അല്ലേ? നമുക്ക് ഈ ഫ്രണ്ടിലോട്ട് അവരും പരിപാടി കാണാൻ ബിറ്റോക്സ് അറിയാതെ വന്നവരല്ലേ അല്ലേ? സ്റ്റാൻഡപ്പ് കാണാൻ വേണ്ടി വന്നവരല്ലേ? അതെ. എന്താ പേര്? ശ്രുതി. ശ്രുതി എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ. സോഫ്റ്റ്വെയർ ഡെവലപ്പർ. കൂടെ ഉള്ളവരാ? ഇത് എൻ്റെ റിലേറ്റീവ് കസിനാണ്. ഓക്കെ, നിങ്ങളപ്പം ഒരുമിച്ച് താമസിക്കുക. എവിടെ സ്ഥലം? എവിടെ? അല്ല, ഞാൻ ഇവിടെ എൻ്റെ ഫാമിലിന്റെ കൂടെ 2 കൊല്ലമായിട്ടുണ്ട്. ഇവള് ഒരു ട്രെയിനിങ്ങിന് വന്നായിരുന്നു, അപ്പൊ നമ്മുടെ കൂടെ താമസിക്കാം. നാളെ പോകും. ഭയങ്കര സന്തോഷം. എത്ര ദിവസമായി വന്നിട്ട് അങ്ങോട്ട്? ഒരു മാസം. ഒരു മാസം കൊണ്ട് എന്താ ചെയ്തത്? ഒരു മാസം കൊണ്ട് ആ കുട്ടിക്ക് അത്ര സന്തോഷം തോന്നാനും മാത്രം എന്താ ചെയ്തത്? 1 month? 1.5 മാസമായി. 1.5 മാസം. ശരിക്കും ഒരു മാസം പറഞ്ഞാണോ വന്നത്? എക്സ്റ്റെൻഡ് ആയോ? അതിന്റെ വിഷമം. നിങ്ങൾ തമ്മിൽ ഏജ് സെയിം ഏജ് ആണോ? അല്ല, 2 വയസ്സ് വ്യത്യാസമുണ്ട്. ഓക്കെ, 2024 എങ്ങനെ ഉണ്ടായിരുന്നു? 2024 കുഴപ്പമില്ല. ഓക്കെ. ആർക്കും നല്ല മൊമെന്റുകൾ ഒന്നും പറയാം. ജോണിനൊക്കെ എന്തോരം കഥകൾ പറയാനുണ്ടായിരുന്നു. അത് അടുത്ത എപ്പിസോഡ്. ഞങ്ങളുടെ 51ാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾ വിറ്റോക്സ് കാണാം. അതിനായിട്ട് പറയുന്നത് ജോൺ എന്തോരം മൊമെന്റുകൾ ഉണ്ടായിരുന്നു. സ്റ്റാൻഡപ്പ് കണ്ടിട്ടുണ്ടോ മുൻപ്? സ്റ്റാൻഡപ്പ് കണ്ടിട്ടില്ല. എന്ത് പറഞ്ഞാ വിളിച്ചോണ്ട് വന്നത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വീക്കില് മെന്റലിസം കണ്ടായിരുന്നു. എവിടെ പോയാ കണ്ടത്? മനസ്സിലൊരു സോഷ്യൽസ്. അപ്പം അത് ഭയങ്കര ക്ലിക്കായി, നൈസ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു ഇൻസ്പയർ ആയിട്ട് ഈ വീക്കും നമുക്ക് ലൈവ് ഷോസ് പോയാൽ അടിപൊളിയായിരിക്കും തോന്നലുണ്ടായി. നമ്മുടെ എല്ലാം ഉണ്ട് ഇവിടെ. പാട്ട് പാടണോ? ശരിക്കും അറിയില്ലടാ, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏതെങ്കിലും ഇറക്കി. ഓക്കെ, അപ്പൊ ഇതെന്താണെന്ന് അറിയാതെ വന്നത്? അതോ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു? അല്ല, സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചേർന്ന് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിട്ട് അപ്പൊ നമ്മള് അങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് വിചാരിച്ചത്.
പോഡ്കാസ്റ്റ് അല്ലാതെ സ്റ്റാൻഡപ്പ് കോമഡി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ജോണിന്റെ? നീ എന്തിനു നീ ചെയ്യണില്ലേ ഈ പരിപാടി? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ഇവിടുത്തെ മുതിർന്ന ഉത്തരവാദിത്തമുള്ളവർ പറഞ്ഞു കഴിഞ്ഞു, ഇനി ചോദിക്കേണ്ട കാര്യമില്ല. കുട്ടികളോട് ചോദിക്കാൻ ലൈവ് ഒന്നും കണ്ടിട്ടില്ല, അല്ലാണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടില്ല, പുള്ളിനെ കണ്ടിട്ടില്ല. എന്തിനാണ് എന്നെ നാണം കെടുത്താൻ വേണ്ടി? പിന്നെ ആരെയാ കണ്ടിട്ടുള്ള സ്റ്റാൻഡപ്പ്? കെന്നി, അല്ല സായി കിരണിന്റെ ഒക്കെ. സായി കിരൺ, ഓക്കെ. സൗത്ത് ഇന്ത്യ തന്നെയാണ്, കുഴപ്പമില്ല, ഒന്നും പറയണ്ട. സൗത്ത് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു. സ്റ്റാൻഡപ്പ് ലൈവ് ഷോ ഇനിയിപ്പോ എന്തായാലും പോവാണല്ലോ, നമുക്ക് ഉടനെ സ്റ്റാൻഡപ്പ്. സ്ഥലം എവിടാ? ഞാൻ കോഴിക്കോടാ. അപ്പൊ എനിക്ക് ഇവിടെ ഒരു അഗ്മാർക്കിന്റെ സെൻട്രൽ ഗവൺമെന്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നേ. കഴിഞ്ഞു. നാളെ പോകും. എന്നാ പോകും? നാളെ പോകും. അപ്പൊ ഇനി തിരിച്ച് കൊച്ചിൻ വരുമോ? ഇനി വരണം എന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടപ്പോ പിന്നെ ഇനി വരാൻ പറ്റില്ല. ഇവിടെ വേറെ കസിൻസ്, നല്ല കസിൻസ് ആരെങ്കിലും ഉണ്ടോ? നീ ഇതും കൂടി കണ്ടിട്ട് പോയാ മതി. ഇനി ഒരിക്കലും അവിടെ കൊച്ചിയിലേക്ക് വരുന്ന ഒരു പരിപാടിയുണ്ട്, അതുകൊണ്ട് കാണിക്കുന്നത്. മെന്റലിസം എന്ന് പറഞ്ഞു പറ്റിട്ടുണ്ടെന്നതാ. അല്ല, നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന മെന്റലിസം. കൊച്ചിയിലേക്ക് തിരിച്ചു വന്നാൽ സ്റ്റാൻഡപ്പ് കോമഡി ഞങ്ങൾ ഇതല്ലാതെ സ്റ്റാൻഡപ്പ് ഷോയും നമ്മൾ ചെയ്യാറുണ്ട്. ഇതിലും സൂപ്പറാ. നോക്കിയാൽ മതി. അതെ, ഒരു തവണ അങ്ങനെ നോക്കിട്ട് മേ ബി നമ്മൾ ജനുവരി ചെയ്യുമായിരിക്കാം. ജനുവരിയിൽ ഒരു ദിവസം വന്നാൽ ഞങ്ങൾ അതിന്റെ മുകളിൽ എഴുതാറുണ്ട്, ഗർഭിണികളും ഹൃദ്രോഗികളും വരരുത്. അത്ര സൂപ്പറാ. 2024 ഹയസ്റ്റ് മൊമെന്റ് ഇവിടെ വന്ന് പുള്ളിക്കാരിയുടെ താമസിച്ചല്ലാതെ എന്താണല്ലോ? ജോബ് കിട്ടി. ചേടാ, നമുക്കൊന്നും കിട്ടണില്ലല്ലോ. ഇന്റേൺഷിപ്പ് അതിന്റെ പാർട്ടാണോ? അതിന്റെ പാർട്ടായിട്ടാ. വർക്കപ്പ് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് തന്നെ. ശ്രുതിയുടെ 2024 ബെസ്റ്റ് മൊമെന്റ് എന്തായിരിക്കും? ഇവള് വീട്ടിൽ വന്നത്. വീട്ടിൽ നിന്ന് പോയത് എന്റെ നോർമലായിരുന്നു, പ്രത്യേകിച്ച് ഹൈ മൊമെന്റ്സ് ലോ മൊമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു 2024. ഒരു റിഗ്രറ്റ് ചെയ്യുന്ന മണ്ടത്തരം? ഡിസ്ക്രിപ്ഷൻ വായിക്കാണ്ട് വന്നത്. ചോദിച്ചു മേടിച്ചതാ. പക്ഷെ അത് നല്ല പാഠമായില്ല. നമ്മൾ എന്ത് കണ്ടാലും ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ അത് ഞാൻ പഠിച്ചു. എന്തായാലും ഇന്ന് വന്നവരുടെ എല്ലാ ടേക്ക് അവേ അതാ. ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ബുക്ക് ചെയ്യാം. മൈക്ക് മുമ്പോട്ട് മുന്നോട്ട് വരട്ടെ. ഫ്രണ്ട് ഇവരെ നമ്മൾ ഫ്രണ്ടിൽ പിടിച്ചില്ല. നമുക്ക് സ്ഥിരം ആൾക്കാരല്ലേ, അത് നമ്മുടെ എല്ലാ പരിപാടിക്കും വരുന്നവരാണ്, കുഴപ്പമില്ല. പേരെന്താണ്? ഷാനി. ഷാനി എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫർ, ഡിസൈനിങ്, അങ്ങനത്തെ കുറച്ച്. ഫ്രീലാൻസർ? ഫ്രീലാൻസർ. ക്യാമറയാണോ? അല്ല, അത് വീട് തൃശ്ശൂരാണ്. ഫ്രീലാൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. തൃശ്ശൂർക്കാരൻ, ഞാനും തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാന്ന് പറഞ്ഞു? കേച്ചേരിയാ. പിന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്താണല്ലോ പേരാണെങ്കിലും നമ്മളെ അയൽക്കാരാ. എന്നോടെ കണ്ടു എന്ന് പറയണ്ട. 2024 എങ്ങനെയുണ്ട്? എന്തായിരുന്നു ബെസ്റ്റ് മൊമെന്റ് 2024? ഒന്നും ഉണ്ടായിട്ടില്ലേ? തിരിഞ്ഞ വർഷം. നമുക്ക് തൃശ്ശൂർക്കാർക്കെല്ലാം അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. കറക്റ്റ് സ്ഥലത്ത് എത്തിയിരിക്കണം. ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇവിടത്തെ കൊറേ ലൈവുകളൊക്കെ കാണാൻ പറ്റും. കോമൺസ് ലൈവ് എല്ലാവരും ഒരു 4-5 പൈസയുടെ അല്ല, നമ്മള് എന്താ പറയാ, സന്തോഷം ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ലൈവ് കാണുമ്പോ ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. അത് അടിപൊളിയാണ്. ഒരു വട്ടം വന്നപ്പോ പിന്നെ ആഴ്ചയില് വീട്ടിലേക്ക് പോണ ലീവ് കട്ട് ചെയ്തിട്ട് ഇവിടെ വരും. ഇതാണ് എന്റെ പരിപാടി. തൃശ്ശൂര്. പിന്നെന്താ ഇതിന് വരാൻ കാരണം എന്ന് വെച്ചാ, ഞാന് ഗോകുലിന്റെ പരിപാടി അല്ല, ഞാൻ സ്റ്റാൻഡപ്പാന്ന് വിചാരിച്ചിട്ടാ വന്നത്. പിന്നെ ഇന്നലെ ഗോകുലിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോ ഡേറ്റ് 2 ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. അല്ല, ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. എനിക്ക് ലീവ് കിട്ടണമെങ്കിൽ അടുത്ത മന്ത് ആവണം. അപ്പൊ അത് കാരണം 2 ദിവസം ലീവ് കിട്ടും. നാളെ ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടുന്ന് പോവാണെങ്കിൽ നാളത്തെയും കൂടി ലീവ് കിട്ടും. അതാണ് സൺഡേ. മനസ്സിലായില്ലേ? വെള്ളി ഇവിടെ പ്രോഗ്രാമിന് വന്നു, ശനിയും വന്നു, ഞായറാഴ്ച വീട്ടിൽ പോവാ. അല്ല, അവിടെ ഇടയ്ക്ക് പോണം. ഒരു 3 സ്ഥാപനത്തിൽ വർക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രീലാൻസ്. ഇത് മറ്റേ ഇയാള് പറഞ്ഞ പോലെ മുട്ടുകാരെ ഇറക്കാനുള്ള ട്രൗസർ അല്ലേ?
പക്ഷെ അവിടെ ഇടയ്ക്ക് നമ്മൾ പോകണം. കാരണം എന്താ വെച്ചാൽ ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ ഫോട്ടോഗ്രാഫിയാണ്. അപ്പൊ നമ്മളവിടെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ എടുക്കാനും പോയി എടുക്കാനും ഞാൻ ഒന്നുമില്ല, ലൈവ് ആണ് വരുന്നത്. അനീസിന്റെ പരിപാടിക്ക് ഞാൻ പോവില്ല. തൃശ്ശൂർ വീട്, തിരുവനന്തപുരം ഓഫീസ്, നടുക്ക് എറണാകുളം. അപ്പൊ പോകുന്നവര് എറണാകുളം. പക്ഷെ അടിപൊളിയല്ലേ ഇത്? എനിക്ക് തോന്നിയത് അങ്ങനെ ലൈവായിട്ട് കാണുന്നതല്ല, അത് ഭയങ്കര ഒരു സന്തോഷം. ഹാപ്പി ആയിരുന്നു അല്ല, അങ്ങനല്ല, പകുതിക്കല്ല. ഓരോ കൗണ്ടറുകളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ചിരിക്കണല്ലോ, അതിനർത്ഥം ഹാപ്പി ആണെന്നാണ്. ഇത്രയും കഥകളൊക്കെ കേട്ടപ്പം രണ്ടുപേരുടെ ജോലി പോയി. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങള് ഫോട്ടോഗ്രാഫി പാഷൻ ആണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അതായത് ഇതിലോട്ട് ഞാൻ വേറെ ഒരു കോഴ്സ് പഠിച്ചു. എഞ്ചിനീയറിംഗ് പറയായിരുന്നു പ്ലീസ്. ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാവോ? ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് അത് ചിലപ്പോ വീട്ടുകാർ നല്ല ബുദ്ധിമുട്ടാക്കിണ്ടാവില്ല. വർക്ക് ചെയ്തിരുന്നോ? ഒരു വർഷം വർക്കും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനൊന്നും ആരും പറഞ്ഞില്ല? ദുബായ് പറഞ്ഞു, എല്ലാരും ഉണ്ട്, പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ പാഷൻ കണ്ടുപിടിച്ചത്? അല്ല, അപ്പോഴാണ് എൻ്റെ അനിയത്തി മരിച്ചത്. അപ്പൊ പിന്നെ എനിക്ക് അതിൽ നിൽക്കാൻ സെറ്റായില്ല. അപ്പൊ ഞാനത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സൈഡിലോട്ട് തിരിക്കും. പിന്നെ ഈ ഇത് ഫ്രീലാൻസ് ചെയ്യാൻ കാരണം എനിക്ക് യാത്രകൾ പോകാനും ഇതുപോലെ ലൈവ് ഷോസ് പോകാനും പിന്നെ മൈൻഡ് റിഫ്രഷ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് സെറ്റായി. വെഡിങ് ഫോട്ടോഗ്രാഫി അല്ല, പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. അതാണ് സ്പെഷ്യാലിറ്റി. അതല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എളുപ്പത്തിന് വേണ്ടി എടുത്ത. വെഡിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അസിസ്റ്റ് പഠിക്കണം. പിന്നെ അല്ല, പ്രൊഡക്റ്റിന് സ്ട്രെയിൻ ഒക്കെ ഉണ്ട്. അല്ല, ഈ പറഞ്ഞ പോലെ താലികെട്ട് മിസ്സായ പോയില്ലോ. കെട്ടാൻ പറയാൻ പറ്റില്ലല്ലോ. പ്രൊഡക്റ്റ് ഇപ്പൊ തിരിച്ചു വയ്ക്കാം. അത് വെച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും കൂടി നോക്കാൻ പറ്റും. അങ്ങനെ രസം. അല്ല, 2024 ബെസ്റ്റ് മൊമെന്റ് ഇത് റേറ്റിംഗ് പോലെ സിനിമ കണ്ടിട്ട് ആവറേജ്. നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന ആളല്ലേ? കാണാറുണ്ട്. കാണുന്ന ആൾക്കാരുണ്ട്. സൗണ്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ? മുൻപ് ആ ഷോ ഏതായിരുന്നു? സ്റ്റാൻഡപ്പ് ആയിരുന്നു? പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാൻഡപ്പ് നടക്കുന്നുണ്ട്, അതും സംശയമുള്ളവർക്കാണ്. അതിവിടെ നടക്കാറുണ്ട്. അതുകാരെ പറ്റിക്കുന്നത് മൊത്തമായിരുന്നു. ഓക്കെ, പോഡ്കാസ്റ്റ് വിറ്റോക്സിന്റെ എന്താണ് വിറ്റോക്സ് കാണുന്നത്? എന്താണ് നിങ്ങൾക്ക് വിറ്റോക്സ് എന്തിനാ കാണുന്നത്? ഞാനും ജീവിതത്തിൽ എന്താണ് താങ്കൾക്ക് വിലയില്ലാത്തൊരു റിലേറ്റബിൾ ആണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചുമ്മാ ഇപ്പൊ മതിലിന്റെ മുകളിൽ കയറി ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടുകാരോട് ഇരുന്ന് സംസാരിക്കില്ല, ആ ഒരു വൈബാണ് നിങ്ങളുടെ. പിന്നെ ജെനുവിൻ ടോക്കാന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചുമ്മാ കള്ളനാണ്. അതെന്നെ മാത്രം ബാക്കിയെല്ലാരും നല്ലതാന്നപ്പോ. അല്ല, വിറ്റോക്സ് ഏറ്റവും ജെനുവിൻ ദീപക് കാണുന്നത് പൊതുവെ കമന്റ് സെക്ഷൻ ചർച്ച ഉണ്ട്. അല്ല, പൊതുവെ ആൾക്കാർ പറയാറുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. വിറ്റോക്സ് 4 മഹാദേവനുണ്ടല്ലോ, ഞങ്ങൾ 4 ആരാണ് ഏറ്റവും ജെനുവിൻ ആയിട്ട് സംസാരിക്കുന്നത് വിറ്റോക്സിൽ? ഓരോരുത്തർക്ക് അവരവരുടെ ഒപ്പീനിയൻ ആണല്ലോ പറയുന്നത്. ഇപ്പൊ ചില കാര്യങ്ങളിൽ ഇപ്പൊ ചില കാര്യങ്ങൾ എനിക്ക് അനീസുമായിട്ട് ഇപ്പം ബ്രോയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പം ദീപക്കുമായിട്ടായിരിക്കും. അങ്ങനെ എല്ലാവരും റിലേറ്റ് ആവുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻ. അപ്പം അത് അങ്ങനെ. എന്നാലും ജോൺ ഒരു കപട മുഖംമൂടിയാണ് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തോന്നാറില്ലേ? ഇല്ല, പുള്ളി കഥ പറയുമ്പോ കറക്റ്റ് പുള്ളിയുടെ കഥ പറയുമ്പോ ഇപ്പൊ ക്യാരക്ടേഴ്സിന്റെ പേര് വരെ പറയും. വിറ്റോക്സ് ഏറ്റവും ഇഷ്ടമുള്ള എപ്പിസോഡ് അല്ല? പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് ഒരു എപ്പിസോഡ് ഭയങ്കര രസമായിരുന്നു അങ്ങനെ തോന്നിയ എപ്പിസോഡ്? കുറച്ച് എപ്പിസോഡ്സ് ഉണ്ട്. പെട്ടെന്ന് ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് രസമുണ്ട്. പിന്നെ വെള്ളടി കഥകള്. പിന്നെ വെള്ളടിക്കോ ഇടയ്ക്ക് വരും ക്യാമറയിലേക്ക് ഇങ്ങനെ. പിന്നെ ബ്രോയുടെ മറ്റേ ഗേൾ ഫ്രണ്ട് വരുന്നൊരു കഥ വരുന്നൊരു
കഴിഞ്ഞ ന്യൂ ഇയർ അതും ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് വേറെ ആരെങ്കിലും ഇട്ടുകൊണ്ട് പോകും. നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ. ആ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. അങ്ങനെ അന്ന് അവളിട്ടിട്ട് ഒന്ന് മഹാദേവന്റെ നമ്മുടെ പോഡ്കാസ്റ്റ് കാണാത്ത അത്യാവശ്യം ലെങ്തി എപ്പിസോഡ് നമ്മൾ ഇടുന്നത് കേട്ടോ. 1 hour 1.5 hour ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മള്. അതൊക്കെ ഇരുന്ന് കാണുന്നത് നമുക്ക് വലിയ കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് കാണുകയാണോ അതോ ഡ്രൈവ് കേൾക്കുകയാണോ? അല്ല, ഞാൻ വർക്കിംഗ് ആണ്. അപ്പൊ ഇത് പറഞ്ഞ പോലെ ഹെഡ്സെറ്റ് ഇട്ടിട്ട് ബാക്ക് ഡ്രോപ്പിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ വെറുതെ ഇങ്ങനെ ചിരിക്കാറുണ്ടോ ആൾക്കാർ? അല്ല, വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം. അപ്പം മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ആ സമയങ്ങളിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ചിരിച്ചു പോകും. ബെസ്റ്റ് മൊമെന്റ് ഏതാ? മോൻ ജനിച്ചു. ഞാൻ കഴിഞ്ഞ ഷോ വൈഫുമായിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെ അന്ന് വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം മോൻ ജനിച്ചു ഒക്ടോബറിൽ. ഒക്ടോബർ ഡേറ്റ് എന്നാ? 4. ഒക്ടോബർ 4 ആൾക്കാർ കൈയടിക്കണം. എനിക്കറിയാൻ പാടില്ല. കുട്ടിക്ക് വേണ്ടിയുള്ള 2 months ഉണ്ട്. നമുക്ക് 2 ഇൻഫൻസ് ഉണ്ട്. കുട്ടികളെ കൊണ്ടുവന്നാൽ നമുക്ക് ഇതിൽ അങ്ങനെ ഒരു ഫാമിലി റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അടുത്തതിൽ ഇവിടെ ബോളും സാധനമൊക്കെ ഇട്ടിട്ട് പിള്ളേര് കുട്ടികൾ നമ്മൾ ചെറിയ ഏരിയ പ്ലേ ഏരിയ ഒക്കെ വെച്ചിട്ട് കിഡ്സ് ഫ്രണ്ട്ലി ഷോ കിഡ്സ് ഫ്രണ്ട്ലി പാടാം. വായ തുറന്നാൽ വരൂല്ല. അത് വലിയവർക്ക് തന്നെ ഫ്രണ്ട്ലി അല്ല. ബ്രോയുടെ പേരെന്താ? മുഹമ്മദ്. ഞാൻ വർക്ക് ചെയ്യാണ്, കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഫോർമാറ്റ് മനസ്സിലായി. ഇനിയിപ്പം എന്റെ ഏറ്റവും നല്ല മൊമെന്റ് ഇതായിരുന്നു. 24 സ്റ്റാർ റേറ്റിംഗ്. അടുത്ത വർഷത്തിൽ നല്ല പ്രതീക്ഷ, ശുഭപ്രതീക്ഷ 100%. പോഡ്കാസ്റ്റ് കാണാറുണ്ട്? പോഡ്കാസ്റ്റ് ആക്സിഡന്റലി കണ്ടിട്ടുണ്ട്. എല്ലാ ഇതുമായിട്ട് കോമയിലായിരുന്നു. അതൊരു വല്ലാത്ത മൊമെന്റ് ആയിരുന്നു. കണ്ടുപോയതാ. വന്നിടിക്കായിരുന്നു. ഏതൊരു ഷോർട്സ് കണ്ടിട്ട് പിന്നെ ടാക്സ് പ്രോ ബൈയുടെ ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ അത് ഞാൻ യൂട്യൂബിൽ വന്ന് ഫുള്ള് അത് ലെങ്ത് ചെയ്ത് കേട്ടാണ് ഇത്. ഗ്യാപ്പ് കിട്ടിയില്ല. റീസെന്റ് ചെയ്ത് പെട്ടെന്നാണ്. ഞാനൊരു 5 മിനിറ്റ് മുന്നേ ആണ് ഇതിന്റെ വെന്യൂ ടൈമിന് ഇത് ബുക്ക് ചെയ്തത്. വണ്ടി എടുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, സ്റ്റാർട്ട് ആവണില്ല. അതെ, അതൊക്കെ തന്നെയായിരുന്നു. ഡിസ്ക്രിപ്ഷൻ വായിക്കാതെ വന്നത് പറ്റിപ്പോയി. അതെ അതെ അതെ. 2000 വിറ്റോക്സ് ആകെ ടാക്സ് പ്രോ അബേയുടെ എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ഒന്നും ചോദിക്കാൻ. അപ്പൊ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. 2023 എൻഡിൽ കൂടെ ഉണ്ടായിരുന്ന ഹാപ്പിനെസ് എന്നവരൊന്നും ഇപ്പം ഇല്ല. അവരൊക്കെ ഗൾഫിലേക്കും ഇവിടേക്കൊക്കെ ആയിട്ട് ഓരോരുത്തന്മാർ അവിടെ ഇവിടേക്ക് ആയിട്ടൊക്കെ പോയി. പെണ്ണികൾക്കൊക്കെ ജോലി വിളിക്കുമ്പോ ജോലിയിലിരിക്കാന്നൊക്കെ പറയാ. മുഹമ്മദ് എന്ത് ചെയ്യുന്നു? ഞാൻ ഏഷ്യൻ പെയിന്റ്സിൽ വർക്ക് ചെയ്യാണ്. സെയിൽസ് ആണ്. ഏഷ്യൻ പെയിന്റ്സിൽ സെയിൽസ്. എറണാകുളം ഏരിയ. അവരൊക്കെ പോയതുകൊണ്ട് പുറത്തുള്ള ഔട്ടിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ട്. എന്നാലും നല്ല കമ്പനി ആയിട്ടുള്ളവർ കുറേ പേര് പോയി. ഇപ്പോൾ +2 ഫ്രണ്ട്സ് പോയി കഴിഞ്ഞാൽ ആരും നാട്ടിലില്ല. കോളേജ് ഫ്രണ്ട്സ് പോയി കഴിഞ്ഞാൽ അതും ഇല്ല. ഇപ്പൊ കൊളീഗ്സ് ഉണ്ടായിരുന്നു, അവരായിട്ടൊക്കെ സെറ്റായി വന്നപ്പോൾ അവരിൽ ഓരോരുത്തർക്ക് അവരാണെങ്കിൽ പാർട്ടി കഴിഞ്ഞിട്ട് നല്ല കൊളീഗ്സ് ആയിരുന്നു. നല്ല കോളേജ് ഫ്രണ്ട്സിനെ പോലെ. നല്ല കൊളീഗ്സ് ആയിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള മൊമെന്റ്സ് ഒന്ന് 2024 ഹാപ്പൻ ചെയ്തില്ല കൊളീഗ്സായിട്ട്? ഉണ്ട്. എന്താ പെട്ടെന്ന് നല്ല മൊമെന്റ് പറഞ്ഞു? ഞങ്ങൾ അത്യാവശ്യം ഹെക്ടിക് ആയിട്ടുള്ള വർക്കാണ് നമ്മുടെ. ടാർഗറ്റ്സും എല്ലാം ഉള്ളതാണ്. അല്ല, നിങ്ങളുടെ ബ്രാൻഡ് അതിന്റെ ഒരു പ്രിവിലേജും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാലും നല്ല അഗ്രസീവ് വർക്ക് കൾച്ചറാണ് നമ്മുടെ വരുന്നത്. അതിൽ ഈ കൊളീഗ്സ് ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഒരു കോളേജ് ഡേയ്സ് പോലെ തന്നെയാണ്. അങ്ങോട്ട് കൊണയടി കാര്യങ്ങൾ ഒക്കെ ആയിട്ടൊക്കെ ഇല്ല ഹാപ്പി ആയിട്ടാ പോകുന്ന. ഹെക്ടിക് വർക്ക് കൾച്ചർ ആണെങ്കിൽ പോലും. പ്ലാനുണ്ടോ? പോകണമെന്നുണ്ട്. അല്ല, ഇവിടെ വലിയ കുഴപ്പമില്ല. പിന്നെ എന്തിനാ പോണേ? കുഴപ്പമില്ല. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് വൈബ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിറ്റോക്സ് കണ്ടു തുടങ്ങിയാൽ മതി. ഓക്കെ. അത്രയും മിസ് ചെയ്യുന്നില്ല.
നമ്മള് പണ്ട് റെഗുലർലി ഷോ നടത്തുമായിരുന്നു എല്ലാ ആഴ്ച. സോണി എല്ലാ ഫ്രണ്ട്സ് ഇല്ലാത്തൊരു സോണി ചുമ്മാ സോണിക്ക് നമ്മൾ കഴിഞ്ഞിട്ട് ബൈക്ക് കൊടുക്കില്ലേ? ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. നമ്മുടെ ഏറ്റവും ലോയൽ, നമ്മുടെ കളക്റ്റീവിന്റെ 6ാമത്തെ അംഗമാണ് സോണി. അത്രയും നമ്മുടെ ഷോ കണ്ടിട്ടുണ്ട്. അതേപോലെ എല്ലാ വീക്കെൻഡും വരാം. പേരെന്താ? നിതിൻ. നിതിൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ഡാറ്റ സയൻസിന്റെ ഒരു കോഴ്സ് ചെയ്യാണ്. ഞാൻ വർക്കിംഗ് ആയിരുന്നു, ഇപ്പം കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ ബിടെക് സിവിൽ. ഡാറ്റ സയൻസ് സയന്റിസ്റ്റ് ആകാൻ പോകുന്നു. എവിടെ പഠിക്കുന്നത്? ഞാൻ ഇവിടെ ടെക്കോളാസ് എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാലാരിവട്ടം. സ്ഥലം കൊച്ചിയാണോ? കൊച്ചിക്കാരനാണോ? അല്ല, ഞാൻ കാസർഗോഡാണ്. കാസർഗോഡ്. ഓക്കെ. നമ്മുടെ റോസ്റ്റ് കണ്ടായിരുന്നു ഇതുപോലെ ഇന്ന് വരുമ്പോ ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു. അപ്പൊ എന്താ കണ്ടത്? അല്ല, ഇതെന്ത് സംഭവം എന്നറിയാൻ വിട്രോസ് എന്ന പ്രോഗ്രാം നമുക്കുണ്ട്. അത് നമ്മളൊരു മൂവി കാസർഗോഡ് കാണാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. വിട്രോസ്റ്റ് അറിയാം. എത്ര വിട്രോസ്റ്റ് കണ്ടിട്ടുള്ള ആൾക്കാരെ ഈ വിട്രോസ് എല്ലാം കോമൺ ആൾക്കാരാണ്. നിങ്ങള് വിട്രോസ്റ്റ് നമ്മുടെ ഒരു ഡീവിയേഷൻ ഉണ്ട്. കാരണം നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും ഹാപ്പനിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ അനീസിക്കയുടെ വായിന്ന് വന്ന 2 വാക്കുകളാണ്. എല്ലാവരും നമ്മൾ ഈ ഹോൾ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ടില്ല. നിങ്ങൾ ആ റീല് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇല്ല, കണ്ടിട്ടില്ല. ഇനിയിപ്പോ എല്ലാവർക്കും പേഴ്സണലി അയച്ചു കൊടുക്കാം. ഓക്കെ. നിതിനൊപ്പം വിറ്റോക്സ്, അതായത് പോഡ്കാസ്റ്റിംഗ് റെഗുലർ കാണുന്ന ആളല്ല. അല്ല, ഇങ്ങനെ യൂട്യൂബ് ഷോർട്സ്. 2024 ബെസ്റ്റ് മൊമെന്റ് ഏതാണ്? ഞാൻ ഒരു കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതൊരു സ്ട്രഗ്ലിംഗ് മൊമെന്റ് ആയിരുന്നു. ബെസ്റ്റ് മൊമെന്റ് അല്ല, അത് തീരുമാനിച്ചത് ഒരു ഇതായിരുന്നു. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലി മാറാവുന്നത്. അപ്പൊ എല്ലാരും ചോദിച്ചായിരുന്നു അത് ഞാൻ ഇന്നലെ കൂടി അത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ഉത്തരം കിട്ടി. അല്ല, ഇപ്പം ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലുണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി IT-ലേക്ക് മാറിയാൽ കുറച്ചും കൂടി ഞാൻ ഡിപ്ലോമ സിവിലും കൂടിയായിരുന്നു. ഡിപ്ലോമ സിവിൽ, ബിടെക് സിവിൽ. 2 പ്രാവശ്യം ചെയ്ത ആളാ. എന്നിട്ട് ഇപ്പം ഡാറ്റ സയൻസ് എത്ര നാളായി പഠിക്കാൻ തുടങ്ങി? ഇപ്പൊ ഒരു 4 മാസത്തിനടുത്ത്. 7 മന്ത്. അപ്പൊ 2025 ആയിരിക്കും ബെസ്റ്റ് ഇയർ എന്ന് വിചാരിക്കുന്നു. 2024 ബെസ്റ്റ് മൂവ്മെന്റ് പറയാൻ വന്നായിരുന്നല്ലോ. ഞാൻ ഒരു കൺസ്ട്രക്ടർ, ഞാൻ ഒരു ബിൽഡിംഗ് ചെയ്തായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എന്റെ കുട്ടി എന്നുള്ളൊരു ഫീലിംഗ്. മൂന്നാമത്തെ കുട്ടി. സെയിം ഫീലിംഗ്. 3 കുട്ടികളുടെ കഥ ഉണ്ടായിരുന്നു. ഏത് ബിൽഡിംഗ്? ആ ബിൽഡിംഗ് എവിടെയാണ്? ഒരു കമ്മ്യൂണിറ്റി ഹാള്. അത് നാട്ടിൽ തന്നെ, കാസർഗോഡ്. ഒരു കമ്മ്യൂണിറ്റി ഹാള്. ഗവൺമെന്റ് പ്രോജക്റ്റ് ആയിരുന്നു. നോക്കാറുണ്ട്. എനിക്ക് അവിടെ കുറച്ച് കമ്പനിയായി, കുറച്ച് പ്രായമില്ല വരണം. ആ ചുറ്റുമല്ലേ പണിക്കാരെ നമ്മളെ കണ്ടിട്ട് അവിടെ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആയിട്ട് കമ്പനി ഇതേ വൈബില്. പിന്നെ ഒരു ഫ്രണ്ടിനെ ഇവിടെ എറണാകുളത്ത് നിന്ന് കിട്ടിയായിരുന്നു. അവരും നല്ല മൊമെന്റ് ആണ്. എവിടുന്നാ കിട്ടിയത്? ആക്സിഡന്റിൽ കിട്ടിയത്. അതെങ്ങനെയാണ് ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് കിട്ടിയത്? ആ സംഭവം പറയാം. അല്ല, സംഭവിച്ചാല് ഞാനൊരു ബൈക്കിൽ വീണു, അവർ കാറിൽ വരുന്നു. അങ്ങനെയാണോ? അല്ല, ഞാൻ ഡേറ്റിംഗ് ഉപയോഗിച്ചു. നല്ല ഫ്രണ്ടാണ്. ഓക്കെ, നമുക്ക് സോണി വിഷമിക്കണ്ട, സോണിയിലേക്ക് വരും. സോണി ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി അങ്ങോട്ടാണ് ഇത് അങ്ങോട്ട് കേറാൻ പോകുന്നത്. സോണിയുടെ വിറ്റോക്സ് എക്സ്പീരിയൻസ് ആണ്. സോണി വിറ്റോക്സ് കാണാറുണ്ടോ? അതെ, വിറ്റോക്സ് എപ്പിസോഡ് 1 എല്ലാ എപ്പിസോഡും കാണാറുണ്ടോ? എല്ലാ എപ്പിസോഡും നമ്മുടെ എല്ലാ ലൈവ് ഷോസും കാണുന്ന ആളാണ് സോണി. അതായത് കണ്ട ഷോ തന്നെ സോണി വീണ്ടും വന്ന് കാണും. സ്റ്റാൻഡപ്പ് അറിയാൻ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടോ അറിയില്ല. നമ്മുടെ ഷോ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുക. അതേ സെയിം ഷോ റൺ ചെയ്യുന്നു, ഒരു പേരിലുള്ളത്. ആ സോണി ആ ഷോ തന്നെ എത്ര തവണ വേണേലും വന്ന് കാണും. അത് സോണി ഇവിടുന്ന് കാക്കനാടൊക്കെ വന്ന് കാണും. നമ്മൾ ഇവിടെ ഷോ ഇടും, പിന്നെ കാക്കനാട് സോണി അവിടെ വന്ന് കാണും. അല്ല, ഞാൻ കാക്കനാട് താമസിക്കുന്നത്. ഇവിടെ വന്ന് കാക്കനാട് ഇവിടെ വന്ന് കാണും. ഓക്കെ, പോഡ്കാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞ സോണിക്ക് ഇഷ്ടപ്പെട്ട പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഏതായിരിക്കും? അല്ല, 48 ഞാൻ ഇന്ന് രാവിലെ കണ്ടു തീർത്തേയുള്ളൂ. കണ്ടോ? എപ്പിസോഡ് നമ്പർ 48 ഞാൻ ഇന്ന് രാവിലെ കണ്ട്. അതാണ് ഹരിഷൻ. ഏതായിരുന്നു എപ്പിസോഡ്? അല്ല, കൗണ്ടർ കൾച്ചർ നേരത്തെ ഇട്ടതായിരുന്നു. ഓ, ഹരിശേട്ടനെ ഇന്ന് കണ്ടോ വീണ്ടും? അല്ല, അതാണ് ബെസ്റ്റ് എപ്പിസോഡ്. ഇന്ന് കണ്ടപ്പോ അതില് ഇപ്പോഴാണ് ഞാൻ കുറെ ശ്രദ്ധിച്ചത്. കുറെ കൗണ്ടർ നല്ല സാധനങ്ങളുണ്ട്. അതാ ഹിഡൻ ആയിട്ട് ഒരുപാട് സാധനമുണ്ട്, റീവാച്ചുള്ള സാധനം ഉണ്ട്. ഈ ഒരു മണിരത്നം പടം പോലെ ലെയറായിട്ട് കിടക്കുക. അത്രയ്ക്ക് വേണ്ട. എപ്പിസോഡ് 48 ഏറ്റവും ഇഷ്ടപ്പെട്ട ഹരി ശിവരാമകൃഷ്ണനുമായിട്ടുള്ള എപ്പിസോഡ് പെട്ടെന്ന് പറയാം. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ അത് കണ്ടതേ ഉള്ളൂ. ഇന്നലെ ഇട്ടത്. ഒന്നുകൂടി പിന്നെ നേരത്തെ അപ്ലോഡ് ഒരാഴ്ച മുന്നേ അപ്ലോഡ് ചെയ്ത
ഇപ്പോഴായിരിക്കും സോണിയുടെ ഫീഡി വന്നത്. ആൻഡ് വേറൊരു പഴയ എപ്പിസോഡ് പറയാൻ പറഞ്ഞാൽ സോണിക്ക് 24 നല്ല മൊമെന്റ് ഇല്ലാന്നാണോ നീ അനുമാനിക്കുന്നത്? പോഡ്കാസ്റ്റ് കാണുന്നതിന് ആദ്യം പോഡ്കാസ്റ്റ് ഇത് നമ്മൾ 50ാമത്തെ എപ്പിസോഡല്ലേ, എന്തെങ്കിലും പോഡ്കാസ്റ്റിനായിട്ട് സംസാരിക്കട്ടെ ഇവിടെ ആകെ റെഗുലറായിട്ട്. നമ്മുടെ പോഡ്കാസ്റ്റ് സോണിക്ക് ഇഷ്ടമുള്ള പോയിന്റ് എന്താ? ഫ്രണ്ട്ഷിപ്പ് വൈബ് വിട്ടാൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആൾക്കാരെല്ലാവരും ഫ്രണ്ട്ഷിപ്പ് വൈബിൽ അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ഹൈ പോയിന്റ് അതാണ് പോഡ്കാസ്റ്റിന് ഹൈ പോയിന്റ് ഒരു വാല്യൂ അഡീഷനും ഇല്ല നമ്മുടെ സംസാരിക്കുന്നവർ തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് സമയം പോകുന്നത് ഒന്ന് ഇൻസ്റ്റാഗ്രാം റീൽസ് തോട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞു കേട്ടോ. അല്ല ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് കേട്ടോണ്ടിരുന്ന ആ വൈബ് കിട്ടും, ഫ്രണ്ട്ഷിപ്പ് കിട്ടും. മുഹമ്മദിനോടാ പറയുന്നത്. അല്ല ആള് പറഞ്ഞ പോലെ നേരത്തെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ തട്ടികളും പല വഴിക്ക് പോയി. ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസമാണ് വിറ്റോക്സ്. അതെ, പുരുഷ സ്വയസഹായ സംഘം അല്ലേ. ഓക്കെ, സോണിയുടെ ഫ്രണ്ട് അല്ല സോണിയുടെ 2024 ബെസ്റ്റ് മൊമെന്റ് ഏതാണ്? ഇത് നമ്മുടെ ഷോസ് അല്ല. ഓക്കെ വിറ്റിയുമല്ലാണ്ട് നമുക്കിപ്പോ പറയുകയാണെങ്കിൽ കേട്ടോ, വിറ്റിയുമല്ലാതെ സോണിയുടെ ഒരു ഫോട്ടോ എടുത്തേക്കണല്ലേ, ഇതിന്റെ സൈഡ് അല്ല ഇവിടെ നമുക്ക് സോണിയുടെ ഫോട്ടോ ആക്കി ഈ തന്നെ മറ്റേ ഹോളോഗ്രാം പോലെ തിളങ്ങണ ഒരു ബെസ്റ്റ് മൊമെന്റ് ഏതാണ്? ബെസ്റ്റ് മൊമെന്റ് എനിക്കറിയാം, അത് വിട്ടേക്കാം. നമ്മൾ പഴയതിലേക്ക് ബെസ്റ്റ് മൊമെന്റ് പറഞ്ഞു. സോണിയുടെ എല്ലാ കാര്യങ്ങളും അനീസിനെ അറിയാം. ബെസ്റ്റ് അതെ, ഒരാളെ കണ്ടുമുട്ടി, അതെന്താവും അറിയില്ല, നോക്കാം. നമ്മളെന്തായാലും എപ്പോഴും കാണും അല്ലേ. സോണി എന്ത് പറഞ്ഞാൽ ഇതിനെ വിളിച്ചോണ്ട് വരുന്നത്? മുമ്പ് ഇതുവരെ സോണിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞാ കൊണ്ടുവരുന്നത്? എന്താ കൺവിൻസ് ചെയ്യുന്നത്? ഇങ്ങനെ ശനിയാഴ്ച ഫ്രീ ആണോടാ, കൂടെ വാടാ, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോണിയാണെങ്കിൽ പൈസ കൊടുക്കുന്നത്. അതെ, സോണിയാണ് 2 തവണ, കഴിഞ്ഞ തവണ അവൻ തന്നെയാണ് കൊടുത്തത്. ടിക്കറ്റ്, ഈ ടിക്കറ്റ് മാത്രമല്ല, അവിടെ ചായ ഫുൾ പാക്കേജ് ആണ്. ഞാൻ സോണിയുടെ കൂടെ പോവാ. എന്തായാലും വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും കൊണ്ടുപോകലേ, വെറുതെ നിൽക്കണോ വാ. ഓക്കെ, ആൻഡ് നമ്മുടെ പോഡ്കാസ്റ്റ് ഇത് നിർബന്ധിക്കുന്നവർ കാണാറുണ്ടോ? ഞാൻ ആ റീല് കണ്ടിട്ടുണ്ട്, അല്ലാതെ അത്രേ ഉള്ളൂ. ആൻഡ് സ്റ്റാൻഡപ്പ് ഷോയ്ക്കല്ലോ വന്നത്, ഇതും പോഡ്കാസ്റ്റ് ലൈവിനല്ലേ മുൻപ് വന്നത്. സ്റ്റാൻഡപ്പ് ഷോ കണ്ടിട്ടില്ല. അപ്പോഴും നമ്മൾ സ്റ്റാൻഡപ്പ് കാണണമെന്ന് തോന്നിയിട്ടില്ലേ? സോറി, എന്താ സ്റ്റാൻഡപ്പ് ഷോയ്ക്ക് വിളിച്ചോണ്ടില്ല? അത് ഞാൻ ചോദിക്കട്ടെ, അത് മോശമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? പോഡ്കാസ്റ്റ് ലൈവിനല്ലേ കൊണ്ടുവന്നത്? ഇവിടെ എല്ലാ ആള് വർക്ക് ചെയ്യുന്നത് വരുമ്പോ. ഓക്കെ, ഇവിടെ സ്ഥലം എവിടെയാണ്? വീട് ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ്. അപ്പൊ വെക്കേഷൻ വരുമ്പോ വന്ന ഉടനെ അപ്പൊ തന്നെ സോണിയുടെ മെയിൻ പരിപാടി അന്ന് അപ്പൊ തന്നെ കൊണ്ടുപോയി കാണിക്കണം. ഞാനാണെങ്കിൽ 1 മണിക്കൂർ സോണിയെ കണ്ടു. സോണിയ പറഞ്ഞത് എന്താണെന്നറിയാമോ? UAE എന്നൊരു ഇൻക്വയറി ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? നമ്മുടെ മാനേജർ റിൻഷാദ് നമ്മുടെ അത് പറഞ്ഞിട്ടില്ല. നമുക്ക് UAE ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് സോണി നമ്മുടെ അടുത്ത് പറഞ്ഞു. അല്ല, ഇവൻ എന്നോടും പറയാറുണ്ട്, ഡൽഹിയിലൊക്കെ നിങ്ങൾക്ക് വല്ല പരിചയം ഇവിടെ ഷോ നടത്തണം. നിങ്ങൾ എല്ലാവരും ഓരോ സോണികളാണ്. എന്താ ഡൽഹി എന്താ ചെയ്യുന്നത്? വർക്ക് എന്താണ്? സർക്കാർ ഏതാ ഡിപ്പാർട്ട്മെന്റ് പറയാമോ? റോയ് അങ്ങനെ എല്ലാം പറയണ്ട. ഏജന്റാണ്. ഓക്കെ, അപ്പൊ വെക്കേഷൻ വരുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് 2024 ബെസ്റ്റ് മൊമെന്റ് ഏതാണ്? പാകിസ്ഥാനി മിഷന് പോയൊന്നും പറയണ്ട, ഒരു എടുത്തു പറയാൻ സാധനം പറഞ്ഞ ബെസ്റ്റ് മൊമെന്റ്. ജനറലി ലൈഫിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാരും അങ്ങനെയല്ലേ? എല്ലാരും അങ്ങനെയൊന്നും പുറകിരിക്കുന്ന ബൈക്ക് നോക്കിയേ, അങ്ങനെ അല്ലാത്ത ഒരാളെ അങ്ങനെ തിരിഞ്ഞു നോക്കി 2 രൂപ ബൈക്ക് അശ്വിന്റെ മുഖം ഒന്ന് കാണിച്ചു. ഓക്കെ, ഒരു മൊമെന്റ് പറയാൻ പെട്ടെന്ന് പറഞ്ഞ എല്ലാം ജനറലി 2020 പൊട്ട കാര്യം പറഞ്ഞേ. എൻജോയ് ചെയ്തു. ഓക്കെ, അവര് ആ കൾട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, മൊമെന്റ് വേഴ്സ്റ്റ് മൊമെന്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നല്ലായിരുന്നു. ഭയങ്കര പോസിറ്റീവ് അല്ലേ? 2025 എന്തെങ്കിലും ആഗ്രഹം, പ്രതീക്ഷ, ഗോൾസ്, പ്ലാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്നാണ് റോ ഡയറക്ടർ ആവണം, CBI അങ്ങനെ ഇല്ല? അങ്ങനെ ഇല്ല. അത് നടക്കുവാണെങ്കിൽ പറയല, അടുത്ത ഇനി വരേണ്ടി പറഞ്ഞാൽ നടക്കില്ല. ഓക്കെ, ആൻഡ് നമുക്ക് വൈൻഡ് സെഷനിലേക്ക് പോവാം. 2024 റിവൈൻഡ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നല്ല മൊമെന്റ് പറഞ്ഞല്ലോ, ചിലപ്പോൾ ചില വേഴ്സ് മൊമെന്റ് ഉണ്ടാവും.
2024 റിവൈൻഡ് ചെയ്യാൻ അവസരം കിട്ടുകയാണ്, ഒരു ടൈം മെഷീനോ സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് തിരിച്ചു പോയി മാറ്റാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുന്നത്. ഞാൻ ആ പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും, അങ്ങോട്ട് കൊടുത്ത് 2024 ഇത് ഇവിടെ പാർട്ടി ഇവിടെയാണ്. 2024 റിവൈൻഡ് ചെയ്ത് പോയി മാറ്റാൻ ഒരു അവസരം കിട്ടും. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ എന്ത് തിരുത്തും? എന്താണ് മാറ്റാൻ പോകുന്നത്? ഇപ്പൊ തന്നെ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഓവറായിട്ട് സംസാരിച്ചതിനാണ് എനിക്ക് പണി കിട്ടിയത്. എന്നിട്ട് ഞാൻ വീണ്ടും സംസാരിച്ചതിനെ പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ്. എന്റെ ജോലി ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾ ഡിസർവ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, ജോലി ഡിസർവ് ചെയ്യുന്നില്ല. ആ കമ്പനി നിങ്ങൾ ആ കമ്പനി ഒരു നമ്മുടെ സ്വാതന്ത്ര്യം കളഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും പിന്നെ എത്ര നാൾ കള്ളുപിടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റും. സത്യം. നമുക്ക് 2024 ഞാൻ എന്റെ ജോബ് കിറ്റ് ചെയ്തു. എന്റെ ബെസ്റ്റ് മൊമെന്റ് അതാണ്. എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോബ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയാൻ പറ്റാത്ത ജോബ് ഒന്നുമല്ല. എനിക്ക് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റൽ വേറെ അങ്ങനെയൊന്നും കാണിക്കാതെ വേറെ അതാ ഞാൻ ഇവിടെ കുത്തിയിട്ട് ഒരു ടേബിൾ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തതായിരുന്നു. അപ്പൊ ഞാൻ ജോലി കിറ്റ് ചെയ്തു. അപ്പൊ ജോബ് വരും പോകും, അതൊന്നും കാര്യമില്ല അല്ലേ അമ്മ? നമ്മൾ വിചാരിക്കുന്നത് പോയിട്ട് ആ പാർട്ടിയിൽ സംസാരം കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരിക്കും അത് ചെയ്യുമോ? ടൈം മെഷീൻ കിട്ടിയാൽ തിരിച്ചു പോയി ഇല്ല, അതിൽ റിഗ്രറ്റ് ഇല്ല ആക്ച്വലി. ഇല്ല. ഓക്കെ, റിവൈൻഡ് ചെയ്താൽ തിരുത്താൻ സാധ്യതകൾ എന്താണ്? ഒന്നും തിരുത്തില്ല. നല്ലത് ആലോചിക്കാൻ സമയം വേണം. തരാൻ കുഴപ്പമില്ല. വേറെ ഇത് പറയാനോ? അതായത് ഗായത്രി മറ്റേ PSC അയാളെ വിളിക്കത്തില്ല, അയാളെ തൊട്ടടുത്ത് വേറെ ചുറ്റുന്ന ചേട്ടനുണ്ടായിരുന്നു. പുള്ളി കല്യാണം അയാളെ വിളിച്ചേനെ. അങ്ങനെയല്ല, അങ്ങനെ ഗായത്രിക്ക് തിരിച്ചു പോയി റിവൈൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാറ്റണമെങ്കിൽ. എൻ്റെ ഒരു 2.5 വർഷം കഴിഞ്ഞിട്ട് ഒരു നല്ല വർഷം വന്നത് 2024 ജോലി കിട്ടിയതൊക്കെ. അപ്പൊ 24 മാറ്റം. അപ്പൊ 23 പോവാണെങ്കിൽ എന്തായാലും മാറ്റാൻ പറ്റും. ആ 2.5 വർഷം എന്തായിരുന്നു പ്രശ്നങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, 2.5 വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലേ, പഠിക്കുക, പരീക്ഷ കൊടുക്കുക, അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഹൈ പോയിന്റ് ആണല്ലോ. എന്തെങ്കിലും തിരിച്ചു പോയി നിങ്ങളെല്ലാം ആലോചിച്ചു. നിങ്ങൾക്ക് വരും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാവരും പറഞ്ഞത് ബസ്സിന് പോകണം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയം ഒരു 10-15 മിനിറ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. നിങ്ങളുടെ കഥ കേൾക്കാൻ വേണ്ടി നമ്മൾ ഈ പരിപാടി വെച്ചാൽ ഇത്രയും പേര് ശരിക്കും ഇത് കഴിഞ്ഞുണ്ടാവില്ല. അങ്ങനെ മാറ്റം ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? തിരിച്ചു പോയിട്ട് എനിക്കത് ചെയ്തത് അത് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഞാൻ നല്ല പണി കിട്ടിയ സമയമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും മാറ്റുന്നില്ല. അതൊക്കെ ആവശ്യമായിരുന്നു, നല്ല ആവശ്യമായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം നമ്മുടെ നെഗറ്റീവുകളൊന്നും എനിക്ക് എന്റെ ലൈഫിൽ അങ്ങനെ ഇല്ല. അത് സംഭവിച്ചുകൊണ്ടായിരിക്കും വേറെ കാര്യം സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്നു. അകത്തുള്ള ടോക്സിക് ആയിരുന്നു, ഈ കൈ ഒടിഞ്ഞത് എങ്ങനെയാണ് പറയാൻ പറ്റുമോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായി, അപ്പൊ ഞാൻ ധൃതിയിൽ എങ്ങോട്ട് പോയതാ, ഭിത്തിയും ഇടിച്ചു. ഇല്ല, ലിഗമെന്റ് സ്പ്രെയിൻ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൊള്ളാല്ലേ. പ്രതിഭയ്ക്ക് എങ്ങനെ പോയി തിരിച്ച് മാറ്റുന്ന എന്തെങ്കിലും 2024 മൊമെന്റ്സ് ഉണ്ടോ? അത് പോയി മാറ്റണം, അങ്ങനെ ചെയ്യരുതായിരുന്നു? ഇല്ല, ഒന്നുമില്ല. ഒന്നും മാറ്റണ്ട, അങ്ങനെ ഇരുന്നോട്ടെ. വയ്യ. ബ്രോയ്ക്ക് എങ്ങനെ മാറ്റാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് മാറ്റാനില്ല. പക്ഷേ ജോൺ പറഞ്ഞ പോലെ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചൊരു പോസിറ്റീവിനാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനെന്ന് പറയാം. കാരണം ഞാൻ കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, പിള്ളേരാണല്ലോ. അങ്ങനെ അവിടെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പിൽ കയറിയിരുന്നു. ലാസ്റ്റ് എന്നെ മാത്രം ഡിസ്മിസ് ചെയ്തു. അവിടെ ചെറിയ പ്രശ്നം പ്രശ്നം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കിലോ കഞ്ചാവ് കൊണ്ട് വെറുതെ കൂട്ടുകാരന് വേണ്ടി നിന്നാണ്. പക്ഷേ മാനേജ്മെന്റ് നോക്കിയപ്പോ അവനല്ല ഞാനാണ് പ്രശ്നം എന്നുള്ള സീനിലായിരുന്നു. എന്നാൽ നമ്മൾ കാല് പിടിക്കാനൊന്നും പോയില്ല. പട്ടിണി കിടക്കാം, പക്ഷെ അഭിമാനം. സോ അവിടുന്ന് പുറത്തായി. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോ ഡിഗ്രി ഞാൻ സെക്കൻഡ് ഇയർ 3rd സെമസ്റ്റർ കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ പഠിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടുകാർ സ്വാഭാവികമായിട്ടും പറഞ്ഞു പഠിക്കാണ്ട് വീട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് മോർണിംഗ് ബാച്ച് ജോയിൻ ചെയ്തു. സോ ആ ടൈമിൽ തന്നെയാണ് ഞാൻ ഈ ഒരു
ജോബിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ എത്തുന്നത്. അവിടെ നിന്നാണ് എൻ്റെ കരിയർ ഇങ്ങനെ ബിൽഡായത്. സോ അങ്ങനെ എന്തെങ്കിലും മാറ്റാനുണ്ടോ? അവള് ചിലപ്പോൾ മാറ്റണമെന്ന് പറഞ്ഞാൽ ഡെലിവറി ഒന്ന് മാറ്റി വെക്കണമെന്ന് പറയുമ്പോൾ 2 കൊല്ലം മുമ്പാണെങ്കിൽ ഇങ്ങനെ മാറ്റണം. അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ മാറ്റണം തോന്നിയ മൊമെന്റുണ്ടോ? ഇല്ല ഇല്ല അല്ല മൂമെന്റ്സ് ഒക്കെ ഉണ്ടായത് കൊണ്ടിട്ടാണ്. നിങ്ങൾ അറേഞ്ച് മാരേജ് ആണോ? ഓക്കെ. ഏതാ സൈറ്റ് ഏതായിരുന്നു? അതിലും ഫിക്സ് ചെയ്തു ആണോ? എത്ര ആണുങ്ങൾ വന്നായിരുന്നു? ഒരുപാട് പെണ്ണാണുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഫിക്സ് ചെയ്തത്? അതെനിക്കറിയില്ല. അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് കിട്ടിയുള്ളൂ. സോ നോർമലി അല്ലല്ല നോർമലി എല്ലാവരും വന്നിട്ട് ഇതേപോലെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവളുടെ റൂം ഹാളിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. സോ വീട്ടുകാരൊക്കെ അവിടെ ഇരിക്കുന്നു, ചെക്കൻ മറ്റേ റൂമിന്റെ പുറത്ത് നിൽക്കുന്നു, ഇവളകത്ത് വയ്ക്കുന്നു, ഹായ് ബൈ പറഞ്ഞു പോരുന്നു. എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അകത്ത് അറിയാണ്ട് ഓരടച്ച് അവിടെ നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞവര് പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല, ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എൻ്റെ അടുത്ത്. അല്ല ഞാനിങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് സോണിയന്റെ ഇടയ്ക്ക് വേണ്ട പറയണ്ട, നമ്മളിപ്പോ അധികം ഡാർക്ക് പിടിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവര് അന്വേഷിച്ചു, എന്നെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. ആരാ അന്വേഷിച്ചെന്ന് അറിയില്ല. കോളേജിൽ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് അതുപോലും അറിഞ്ഞില്ല. അതെനിക്ക് അറിയാൻ പാടില്ല. സോ അത് കഴിഞ്ഞിട്ട് ഞാനൊന്നും പുള്ളിക്കാരൊന്നും എന്നോട് സംസാരിച്ചിട്ടുണ്ടായില്ല. സോ അവളുടെ വീട്ടുകാരോട് എൻ്റെ ഫാമിലിയോട് ഞാൻ പറയിപ്പിച്ചു എനിക്ക് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്ത് വെച്ചൊരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്ത് അവളുടെ ഉമ്മയുണ്ടായിരുന്നു, എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. 2-3 മണിക്കൂർ സംസാരിച്ചു. പുറത്ത് നോക്കുമ്പോൾ അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഞാൻ വളച്ചതാ. അവള് വീണ് പോയതാ. അപ്പൊ ശരിക്കും പുള്ളി ആദ്യം പറഞ്ഞ കാര്യം 5 മിനിറ്റിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒന്ന് അതോ ഒരു പേരറിയോന്ന് ചോദിച്ചു. അറിയാൻ പാടില്ല ചേട്ടാ, ദിവസം 4-5 ആൾക്കാർ. പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു എന്തെന്നാ അപ്പൊ പേര് എനിക്ക് പറഞ്ഞന്ന്. പിന്നെ എന്താ കുറച്ചേരം സംസാരിച്ചു, എനിക്കതൊന്നും ഓർമ്മയില്ല. രണ്ടാമത് പുറത്ത് ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോഴാണ് ഇയാൾ പറഞ്ഞത് ആദ്യമായിട്ട് ഒരു ചെക്കപ്പ് റൂമിൽ കയറി വാതിൽ അടിച്ചു സംസാരിക്കുന്നത്. 5 മിനിറ്റിൽ ഇംപ്രസ് ആയിരുന്നു ശരിക്കും? ഇല്ലില്ല, 5 മിനിറ്റ് ഒന്നും ഓർമ്മയില്ല. 2 മണിക്കൂർ വളച്ചത്. 2 മണിക്കൂർ വേണമല്ലോ വളയ്ക്കാൻ. അത് വേണ്ട, 2 മണിക്ക് വേണ്ട, അതിനിപ്പോ വളച്ചായിരുന്നു. അല്ലാത്ത കോൺഫിഡൻസ്. ബ്രോ കോളേജിൽ ഈ കഴിവ് ഉപയോഗിച്ചിരുന്നു? ഇല്ല, സമയം കിട്ടില്ല. ഇനി ആ പുറത്താക്കിയ കാര്യം പറയൂ. ആ സമയത്ത് നമ്മളെ പ്രായത്തിന്റെ കുറച്ച് പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു ഫിസിക്കൽ അങ്ങനെ സീരിയസ് പ്രശ്നം. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് കാര്യങ്ങൾ അങ്ങനെ പ്രൊഫഷണലി ഉണ്ടായിരുന്നു. റിലേഷൻ നല്ലോണം പൊട്ടി പാടി. എനിക്ക് തോന്നുന്നു ബ്രോ ഒരു 5 മിനിറ്റ് കൂടെ സംസാരിച്ച ആ 2 മണിക്കൂറിന്റെ എഫക്ട് പോവുമല്ലേ? എന്റെ ലൈഫിൽ ഏകദേശം ഒരു ആ ഒരു കോളേജിൽ നിന്ന് പുറത്തായിട്ട് ഇന്നിപ്പോ ഇവിടം വരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് കറക്റ്റായിട്ട് അറിയാം. അതിന് മുമ്പുള്ള പറഞ്ഞില്ല, അതിന് മുമ്പൊന്നും പറയാനില്ല. ഹോംവർക്കും വീടും ഇതൊക്കെ തന്നെ. ഇങ്ങനെ തന്നെ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞേക്കണേ. മാറ്റരുത്. ഓക്കെ, ഇനിയും വേറെ ആർക്കെങ്കിലും തിരിച്ചു പോയാൽ മാറ്റാനുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇതുപോലെ കഴിഞ്ഞ ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ച ഏതാണ്ട് ഞങ്ങളിങ്ങനെ ഉറങ്ങി കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങളല്ല ഞാൻ അല്ല, എനിക്ക് ഇടയ്ക്ക് വായിന്നിങ്ങനെ തെറ്റ് പറ്റാറുണ്ട് നേരത്തെ പറഞ്ഞ. അപ്പം ഉച്ചയ്ക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഒരു മീൻ വാങ്ങാൻ നേരത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി പുറത്തേക്ക് പോകുന്ന വഴി ഒരു സ്കൂട്ടറും കാറും തമ്മിൽ ആക്സിഡൻ്റ് ആയി.
അപ്പം അതിൽ രണ്ടുപേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടൊക്കെ ആക്കി. അപ്പോൾ അവർ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ തിരിച്ചു വരുമ്പോൾ പറയുമായിരുന്നു ഇങ്ങനെ ഓരോ കാര്യം സംഭവിക്കാനും ഓരോരോ സമയമുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ നല്ല സമയമാണിതെന്നൊക്കെ പറഞ്ഞിട്ട് വൈകിട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി വന്നൊരു സ്കൂട്ടർ കയറി അടിച്ച്. ഇപ്പം വണ്ടി 10 ദിവസമായിട്ട് ഇനി ഷോറൂമിലാണ്. അപ്പം ആ മൊമെന്റ് ഒന്ന് മാറിയതേക്കുള്ള ഇല്ല മീൻ കിട്ടി. ടോണിക്ക് മീൻ എന്തായിരുന്നു ഓക്കെ, അപ്പൊ അത് റിവൈൻഡ് ചെയ്യണമെന്നുണ്ടോ? മീൻ മേടിക്കാൻ പോകണ്ട എന്നുള്ള മീൻ മേടിക്കാൻ പോകണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും റിവൈൻഡ് ചെയ്യണമെന്നുണ്ടോ? കോളേജ് മാറ്റണമെന്നുണ്ടായിരിക്കല്ലേ? അതുണ്ടാവും. ഇനി ഡ്രോപ്പ് ഔട്ട് ചെയ്യല്ലേ? ഏതെങ്കിലും ഈ ഡീല് പെട്ടാ മതി, മെയിൻ ആവാൻ നോക്കിയാൽ പുറത്താക്കുക. വേറെ ആർക്കെങ്കിലും നമുക്ക് വൈൻഡ് അപ്പ് എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും കാര്യമായിട്ട് ഒരു ഹെവി നമുക്ക് എൻഡ് ബഞ്ചിന് വേണ്ടിട്ട് ഉണ്ടാക്കി പറഞ്ഞോ? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് റോസ്റ്റ് പോയി തിരുത്തണമെന്നുണ്ടായിരുന്നു. ഇല്ല 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 ഇല്ല, നമ്മുടെ ഏറ്റവും ഈ വർഷത്തെ ഏറ്റവും ഈ മൂക്കിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സർജറി കഴിഞ്ഞ മൂക്കാണ്. ആ സർജറി കുറച്ച് പാളിയുണ്ട്, അതൊന്ന് തിരുത്തണം. അവന് അവസരം കിട്ടാൻ പോയിട്ട് അത് ചെയ്യണ്ടായിരുന്നു വെക്കും. എല്ലാരും ഇപ്പഴാ നോക്കണേ. ഞാൻ അടുത്ത് വന്ന് കാണിക്കാം. മുൻപ് കണ്ടിട്ടില്ലാത്തോണ്ട് ഇത് ചെറിയ പ്രശ്നം ഉണ്ടാവും. മൂക്കിന് വളവ് നേരെയാക്കാൻ പോയതാ, പക്ഷെ കൂടുതൽ വളച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പൊ അത് ഹെയർ പിൻ പോലെയാ. സോണിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? മൈക്കിന് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കാര്യമായി മാറ്റണമെന്നുണ്ടെങ്കിൽ കാര്യമില്ല. മൂക്കിന്റെ ഒരു കഴിഞ്ഞ ആഴ്ച പറഞ്ഞെങ്കിൽ 3 ലക്ഷം ലാഭിക്കാം. നന്നായിട്ട് ചെയ്താലും നമ്മുടെ സ്പൈനൊരു നാച്ചുറൽ ഒരു വളവുണ്ടാവും. ആ ഒരു ടെൻഡൻസി കേസിൽ നമ്മുടെ മൂക്കിന് വളവ് വരും. സർജറി ചെയ്ത് മാറ്റിയിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ പഴയ പൊസിഷനിലോട്ട് തിരിച്ചു വരും. അപ്പൊ പോയി പഴയ മൂക്കായ മതിയായിരുന്നു. ഇപ്പൊ പഴയതുപോലെങ്കിലും ആക്കാൻ പറ്റും. ഇതിപ്പോ ഇവിടെ ഒരു തുണ്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നത് ഈ വിറ്റ് ടോക്സ് എപ്പിസോഡ് വരുമ്പോൾ? നമ്മുടെ ചാനൽ വിറ്റ് ക്രൂ, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പോർഷൻസ് വന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ തന്നെ അതെടുത്തിട്ട് റീല് വെട്ടിയിടുക, എന്നിട്ട് ഞങ്ങളെ ടാഗ് ചെയ്യുക. ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആൾക്കാര് ഉറപ്പല്ലേ കാണത്തില്ല. നമ്മുടെ ഫാൻ ഫോളോയിങ് അങ്ങനെ വളരെ ചെറിയ തോതിലാണ് വളർച്ച ഉണ്ടാവുന്നത്. ഓക്കെ, വിറ്റോക്സ് ഫോളോ ചെയ്യുക, വിറ്റോക്സ് കാണുക, നമ്മുടെ പോഡ്കാസ്റ്റ്. നമ്മുടെ സ്റ്റാൻഡപ്പ് ഷോയ്ക്കും വരിക, സ്റ്റാൻഡപ്പ് സീനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ കമ്മിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വന്നതായില്ല കിട്ടിയത്, പക്ഷെ അടുത്തവണ നോക്കി ബുക്ക് ചെയ്യുക. ചിരിച്ചില്ലേ? ചിരിച്ചില്ലേ? സ്റ്റാൻഡപ്പ് ഷോ ആണ് ഇതും ചിരിക്കുന്നത്, അത് കൺഫേം ആണ് കേട്ടോ. ഇത് നമ്മൾ ഡിസ്കഷൻ മോഡാണ്, ടോക്ക് ഷോ തന്നെയാണ് ഉദ്ദേശം. സോ ഡു കം ഫോർ സ്റ്റാൻഡപ്പ്. വീണ്ടും കാണാം. താങ്ക് യു. സ്റ്റാൻഡപ്പ് ചെയ്തില്ലെന്ന് വേണ്ട. ഓ, ഇനി അടുത്ത ഷോക്ക് ആളുകളില്ല.